അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു.
ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനം തുടങ്ങിയ കാലത്തിലെ 1987 എന്നൊക്കെ ആൾക്കാരെ ഞാൻ കാണുമ്പോൾ എൻ്റെ ഈ ആൾക്കാർക്ക് ഇന്ന് പത്രത്തിൻ്റെ ചീട്ട് പോലെ അന്നൊരു ചീട്ടുണ്ടായിരുന്നു. അതിന്മേൽ ഒരു വചനം ഉണ്ടായിരുന്നു. ആ വചനം ഇതാണ്. എന്താണ്? യെശയ്യാ 50:4. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്നതുപോലെ അഭ്യസിപ്പിച്ചു. അതായത് ഈ ആൾക്കാർക്ക് നമ്മൾക്ക് വാക്കുകൾ കൊടുക്കുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും. വാക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. കർത്താവിൻ്റെ വാക്കിന് ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുന്നവന് ആശ്വാസം കിട്ടും. അപ്പോൾ വാക്കിലൂടെയാണ് ആശ്വാസം വരേണ്ടത്. ഇപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും, ഇപ്പം നമ്മൾ ഇന്നലെ കണ്ടില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് ഈശോ എന്താ പറഞ്ഞത്? എങ്ങനെ ആശ്വസിപ്പിക്കണത്? മത്തായി 11:29. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതാണ് വിഷയം. അല്ല, ആശ്വാസം ഇങ്ങനെ അരക്കൽ തൂക്കി തരികയല്ല, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒഴിച്ചു തരികയല്ല കുടിക്കാൻ വേണ്ടി. എന്നിൽ നിന്ന് പഠിക്കുവേൻ. കർത്താവ് വചനത്തെ മാംസമായ ആളാണ്. ആ വചനം മാംസമായ ആള് ഈ ഭൗതികമായ സാഹചര്യത്തിൽ വരുമ്പോൾ എടുക്കുന്ന നിലപാടുകളാണ് ശരിക്കും വചനാധിഷ്ഠിതമായ നിലപാട്. അതാണ് നമുക്ക് ആശ്വാസം തരേണ്ടതെന്നാണ് പറഞ്ഞത്. ആ വചനാധിഷ്ഠിതമായ നിലപാട്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവേൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയണം. അപ്പോൾ കർത്താവിൽ നിന്ന് പഠിക്കണതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ ശാന്തശീലനാണെന്ന്. ഇപ്പം വ്യഗ്രത, ഇപ്പം ഈശോയുടെ വാക്ക് പറഞ്ഞില്ലേ, ശാന്തശീലർ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. മത്തായി 5:5. ശാന്തശീലർ ഭാഗ്യവാന്മാർ. ശാന്തശീലരാണെങ്കിൽ അവർ ബ്ലെസ്സഡ് ആണ് എന്നാ പറയണ. അവർ ഭൂമി അവകാശമാക്കും. അപ്പൊ ഇതിന്റെ ഒരു ഷാഡോ വേർഡ് ഉണ്ടേ. ശാന്തശീലർ ബ്ലെസ്സഡ് ആണ്. അപ്പൊ കർത്താവ് വാക്ക് ഉപയോഗിക്കുമ്പോഴേ ഈ ശാന്തശീലർ എന്ന് പറയുമ്പോൾ, അവർ അനുഗ്രഹമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ശപിക്കപ്പെട്ടവരെ എന്ന് പറയും. അതെന്താണ്? നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് പറയും. അപ്പം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്ക് വരിക പറയുന്നതും കർത്താവാണ്. ശപിക്കപ്പെട്ടവരെ അകന്നു പോകാൻ പറയുന്നതും കർത്താവാണ്. അപ്പം അടുത്ത് പറയണത് എന്താണ്? ശാന്തശീലർ അനുഗ്രഹരാകുന്നു എന്ന് പറയും. എന്താ കാര്യം? ശാന്തശീലർ ഭൂമി കൈവശമാക്കും. എന്താ ഭൂമി എന്ന് വെച്ചാൽ ലക്ഷ്യം, നമ്മുടെ ജീവിത ലക്ഷ്യം കൈവശമാക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഭയങ്കര സ്പീഡായിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ സ്ലോ ആയിരിക്കും. അതെന്താ കാരണം? ഇപ്പോൾ OET പരീക്ഷ എഴുതിയ ആൾക്കാർ അവർ റിസൾട്ട് നോക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത കൊണ്ട്, അല്ലേ, പഠിക്കാൻ വേണ്ടി എന്തുമാത്രം വ്യഗ്രത, എന്തുമാത്രം ആൾക്കാരോട് കോമ്പറ്റീറ്റ് ചെയ്താണ് അവർ പഠിക്കണത്. എന്നിട്ട് ദൈവത്തോട് നമ്മൾ അതിൻ്റെ IELTS സ്കോർ, ഇംഗ്ലണ്ട് സ്കോർ, അതുപോലെ തന്നെ അയർലൻഡ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് ഓരോ രാജ്യത്ത് ഓരോ സ്കോർ വെച്ച് പഠിക്കുക. പക്ഷേ ഇപ്പോൾ ഈ IELTS
ഒയിറ്റിയൊക്കെ ചിലത് വെറുതെ ഇനാക്റ്റീവായിട്ടിരിക്കുകയാണ്. ഇനി ആ രാജ്യങ്ങളൊക്കെ രണ്ടാമത് ആൾക്കാരെടുക്കാൻ തുടങ്ങണം. അപ്പം ദൈവത്തിന് ഇത് അറിയാവുന്ന കാരണം ദൈവം ഒരു 3 മാസം മുമ്പ് തന്നെ IELTS ഈ രാജ്യത്തിൻ്റെ വാതിലിനെ അടക്കാൻ പോകുന്ന ദൈവത്തിന് അറിയാതില്ല. അപ്പം ദൈവം ചിലപ്പോൾ അത് തരത്തില്ല നമുക്ക്. അപ്പം ആ ഒരു സ്ലോ ഡൗൺ ഉണ്ടാകും. അപ്പം നമ്മളെന്ത് ചെയ്യണം? തന്നില്ലെന്ന് പറഞ്ഞ് വ്യഗ്രചിത്തരായി ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ചിലപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനയും കുറച്ച് ഈ ഒരു ഇഡിയറ്റായിട്ട് നമ്മൾ ദൈവദൃശ്യത്തിൽ പെരുമാറും. അതാണ് ഈശോ പറഞ്ഞത്, ശാന്തശീലർ അനുഗ്രഹരാകുന്നു. അപ്പം ദൈവികമായ പദ്ധതി നോക്കിപ്പാർത്തിരിക്കാനും ആവശ്യമില്ലാത്ത വ്യഗ്രത ഒന്നിരത്തും കാണിക്കാതിരിക്കാനും എന്നിൽ നിന്ന് അത് പഠിക്കേണ്ട വിഷയമാണെന്ന് ഈശോ പറയണത്. പഠിക്കണമെന്ന് പറയുമ്പോൾ അത് ഒരു പ്രോസസ്സാണത്, പ്രക്രിയയാണ്. അപ്പം അതിൻ്റെ അകത്തൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ലത് അമ്മയായിരുന്നു. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമായിരുന്നു. 33 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, അല്ല 30 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈശോയിലെ ദൈവികമായ പദ്ധതി പ്രകടിപ്പിക്കപ്പെട്ടത്. ആ 30 കൊല്ലം എന്ന് പറയണത് അമ്മയുടെ ശാന്തശീലത ആണ്. ആ ശാന്തശീലതയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് എല്ലാ പ്രതികൂലങ്ങളെയും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അമ്മ കാത്തിരുന്ന് 30ാമത്തെ വയസ്സിലാണ് യേശു സ്വയം പ്രകാശിതനാകണത്. അതും അങ്ങനെ കാത്തിരുന്നത് കൊണ്ടാണ് അമ്മയോട് പറഞ്ഞത്, നീ 30 കൊല്ലം കാത്തിരുന്നില്ലേ നിൻ്റെ ഈശോയുടെ ദൈവികമായ ദൗത്യം കാണാൻ, അതുകൊണ്ട് താക്കോല് നിൻ്റെ കയ്യിരിക്കട്ടെ, നീ തന്നെ അവൻ്റെ ദിവ്യപ്രകാശം മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കൂ എന്നും പറഞ്ഞ് കാനായിലെ കല്യാണത്തിൽ കർത്താവിൻ്റെ ദിവ്യപ്രകാശം മഹത്വത്തെ തെളിയിക്കാൻ മറിയത്തിന് മഹത്വത്തിൻ്റെ താക്കോലാകുന്നത് അങ്ങനെയാണ്. ശാന്തശീലർ മറിയത്തെപ്പോലെ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. എൻ്റെ പേര് ജിജി. ഞാൻ മൂത്തകുന്നം ചെട്ടിക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടിയിൽ 2023 ഞാൻ ഉടമ്പടി എടുത്തത്. ഇപ്പം 5 പ്രാവശ്യം ഞാൻ പുതുക്കി. ഈ 5 പ്രാവശ്യത്തിനിടയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അൾത്താരയിൽ ആദ്യമായിട്ട് കയറിയിരിക്കുന്നത് എൻ്റെ അപ്പച്ചന് കിട്ടിയ സാക്ഷ്യം പറയാനായിട്ടാണ്, രോഗസൗഖ്യത്തെക്കുറിച്ച്. ഇത് എൻ്റെ ഭർത്താവിൻ്റെ അപ്പച്ചനാണ്. എൻ്റെ അപ്പച്ചന് നെഞ്ചുവേദനയായിട്ട് ഞങ്ങളുടെ അവിടെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ച് വന്നപ്പോൾ അവർ പറഞ്ഞത് 90% ബ്ലോക്ക് ഉണ്ട്, എത്രയും വേഗം ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചന് ഇത്രയും പ്രായമുള്ളതുകൊണ്ട് ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാമ്പത്തിക ഇതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ എത്രയും വേഗം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞത് എറണാകുളത്ത്, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അവിടെ ചെന്ന് ഇവിടെ നിന്ന് ഡോക്ടറോട് ചീട്ടൊക്കെ വാങ്ങിച്ച് അവിടെ ചെന്ന് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴാണ് പറയണത്, ഇവിടെ അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്യേണ്ടി വേണം എന്നുള്ളതിനാൽ നിങ്ങൾ എത്രയും വേഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഞാനും എൻ്റെ ഭർത്താവും ഈ അപ്പച്ചനും മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് തന്നെ അപ്പച്ചന് നെഞ്ചുവേദന ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരത്തിനെ വിളിച്ച് ഈ വിവരം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, എടി നീ ഒട്ടും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് കോട്ടയത്തേക്ക് പോയിക്കോ. എൻ്റെ ചേട്ടൻ്റെ മോൾ അവിടെ ഹോസ്പിറ്റലിൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറോടൊപ്പമാണ് വർക്ക് ചെയ്യണത്. അപ്പം നീ ധൈര്യമായിട്ട് അപ്പച്ചനെ കൂട്ടിക്കൊണ്ടുവന്ന് നീ എത്രയും വേഗം ഇതിൻ്റെ അസുഖത്തിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ ചീട്ടിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വേഗം എത്രയും വേഗം ഈ ഫോട്ടോ ഇത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത് അയച്ചു കൊടുത്ത് അന്ന് തന്നെ ഇവർ ഡോക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് എത്രയും വേഗം ഈ രോഗിനെ നിങ്ങളിവിടെ എത്തിച്ചു. സത്യമായിട്ടും ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല, മാതാവ് ഇടപെട്ടിട്ടാണ്. അങ്ങനെ ഒരു വ്യക്തിയെപ്പോലും എനിക്കറിയില്ല. എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ചേച്ചിയുടെ മോൾ അവിടെ ആ കോട്ടയത്ത് ഹോസ്പിറ്റലിലുണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടുണ്ടായില്ല. പക്ഷെ മാതാവ് എന്നെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടായിരിക്കാം ഈ അപ്പച്ചനെ വേണമെങ്കിൽ സത്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇവിടെ എറണാകുളം ജില്ലയിൽ എറണാകുളം
എറണാകുളം ഗവൺമെൻറ് ആസ്പത്രി ചെന്നപ്പോൾ അപ്പച്ചനെ അഡ്മിറ്റാക്കാൻ പോലും ബെഡില്ല, നിങ്ങൾ എത്രയും വേഗം 1 മിനിറ്റിന് മുന്നേ അവിടെ എത്തിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇതിനൊന്നും ഒരുങ്ങിയിട്ടുണ്ടായില്ല. അങ്ങനെ 2 ദിവസം അവിടെ ഞങ്ങൾ റെക്കമെൻഡേഷൻ മതി, അത് മാതാവ് ഇടപെട്ടിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി മന്ത്രി പറയിപ്പിച്ചത്. ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല, ഞങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല. അപ്പം മാതാവ് വഴിയെ ഞങ്ങൾ മന്ത്രി വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അവിടെ അഡ്മിറ്റാക്കി. അങ്ങനെ അവിടെ നിന്ന് 2 ദിവസം ഇതിൻ്റെ ചീട്ടൊക്കെ കൊടുത്ത് കോട്ടയത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ ചെന്ന് അപ്പച്ചനെ അഡ്മിറ്റാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പച്ചൻ ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കണേ. അവിടെ ചെന്നപ്പോഴേക്കും അപ്പച്ചന് ഇൻഫെക്ഷനായി, പനി വന്ന് ഇൻഫെക്ഷനായി. ഈ 2 ദിവസത്തിനുള്ളിൽ അപ്പച്ചൻ ഒരുപാട് അവശതയായി. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞ അപ്പച്ചൻ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലായി. ഒരുപാട് അവിടെ ചെന്നപ്പോഴേക്കും ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ. എന്നുവെച്ചാൽ അപ്പച്ചന് ന്യൂമോണിയായി, കഫക്കെട്ട് കൂടി. പിന്നെ അവർ പറഞ്ഞത് ടെസ്റ്റ് ചെയ്തപ്പോൾ TVയുടെയൊക്കെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അപ്പച്ചനെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പച്ചനാണെങ്കിൽ അപ്പം നെഞ്ചുവേദന വന്നുകൊണ്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാനും ഭർത്താവ് ഒരുപാട് വിഷമിച്ച്. അത് തന്നെയല്ല, ഞങ്ങൾ അവിടേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെന്നപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടായ ഞങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരുപാട് പൈസ, ഓരോ ടെസ്റ്റിനും നമ്മൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഞങ്ങളവിടെ ഈ ഒരു 2 ദിവസം. അപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പൈസ, എല്ലാ ടെസ്റ്റിനും ഓരോ സ്കാൻ ചെയ്യാനും അതിനൊക്കെ ഞങ്ങൾ 12,000 13,000 രൂപ വെച്ച് ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവായി. പക്ഷേ എന്നിട്ടും അപ്പച്ചന് ഈ നെഞ്ചുവേദനയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവർ പറയണത് മോളെ 1 ദിവസം 1 മിനിറ്റിന് മുന്നേ ചെയ്യണം. പക്ഷേ അപ്പച്ചൻ്റെ ആരോഗ്യനില ഒട്ടും തൃപ്തികരമല്ലാത്തതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കാൽ അപ്പച്ചന് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും നിങ്ങളിവിടെ ഒരാഴ്ച നിങ്ങളിവിടെ ഈ ന്യൂമോണിയ കുറയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ അപ്പച്ചനെ നിങ്ങൾക്ക് എന്താവും എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കും. ഞാൻ ഒരുപാട് വിഷമിച്ച്. അങ്ങനെ ഞാൻ അന്ന് രാത്രി മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ നിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ മുടങ്ങാണ്ട് ചെല്ലണതാണ്. ഞാൻ അപ്പച്ചനൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥന ചെല്ലാറ്. എൻ്റെ മക്കളും ഭർത്താവും അമ്മച്ചിയൊക്കെ കൂടി ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലിയതിന് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചെല്ലണത്. അപ്പം മക്കളും എല്ലാവരും, അപ്പച്ചനും വിശ്വാസമുണ്ട്. അപ്പം അപ്പച്ചനെ എപ്പോഴും മോളെ എനിക്ക് ആ തൈലൊപ്പം എൻ്റെ നെഞ്ചിൽ തേച്ചതാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എന്നെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി, എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 10 ദിവസം അവിടെ നിന്ന് ഇതിനു വേണ്ടി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും. അപ്പം ഞങ്ങളവിടെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഡോക്ടർ ഈ മകളുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് അത്ര അവിടെ ഇത് കിട്ടിയത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു റൂം അവിടെ റെഡിയാക്കി തന്ന്. പിന്നെ ഡോക്ടർമാർ ഞങ്ങളുടെ അടുത്തേക്ക് എല്ലാ ദിവസവും വന്ന് 2-3 നേരം വന്ന്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല. അവിടെ ചെന്ന് കോട്ടയത്ത് ചെന്നിട്ട് ഒരു പരിചയമില്ലാത്ത ഞങ്ങൾ അവിടെ എല്ലാവരേക്കാളും വലിയൊരു സ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അങ്ങനെ നോക്കാനുള്ള ഒരു ഇതുണ്ടായില്ല. എന്നിട്ട് പക്ഷേ എല്ലാ ഡോക്ടർമാരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞത്, നിങ്ങളെന്തായാലും ഇവിടെ വന്നതല്ലേ, നമുക്ക് കുറച്ച് ദിവസം അപ്പച്ചന് ഈ മരുന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പച്ചനെ ഓപ്പറേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത വെൻറ്റിലേറ്ററിൽ 45 ദിവസം നിങ്ങൾ കിടക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ പേരിൽ 2 ആഴ്ചയെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചനാണെങ്കിൽ ഇങ്ങനെ നെഞ്ചുവേദന വരുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട്. ഓപ്പൺ സർജറി ചെയ്യണമെങ്കിൽ ഈ ന്യൂമോണിയ ഇതുള്ളതുകൊണ്ട് ചെയ്യാനും പറ്റും. ഞാൻ മാതാവിനോട് അന്ന് രാത്രി പ്രാർത്ഥിച്ചു, മാതാവേ, ഇനി എനിക്ക് വയ്യ. എന്താണെന്ന് വെച്ചാൽ ഞാനും അപ്പച്ചനും 2ാമത്തെ നിലയിലും ആൾ താഴെയും. എനിക്ക് എന്ത് വേണമെങ്കിൽ അപ്പച്ചനൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമുള്ള ആ റൂമിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഞാൻ തടയിക്കൊണ്ടിരിക്കുകയല്ല. എനിക്ക് അപ്പച്ചൻ പറയണത്, മോളെ എനിക്ക് ബാത്റൂം അപ്പം എല്ലാ ട്യൂബൊക്കെ ഇട്ടേക്കണോണ്ടും അപ്പച്ചന് അത് എന്നെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ ആയിട്ട് വയറ്റിൽ നിന്ന് പോകുമ്പോൾ ചെയ്യിക്കാനൊക്കെ ആയിട്ട് അപ്പച്ചന് അതിനേലും വലിയ ബുദ്ധിമുട്ട്. അപ്പച്ചന് ആകെ ടെൻഷൻ അടിച്ച് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ട ഡോക്ടറെ. എനിക്ക് മാതാവിനോട് ഞാൻ രാത്രിയിൽ ഈ അപ്പച്ചൻ്റെ രോഗചികിത്സയുടെ ഇതും ഇതിട്ട് വെച്ചുകൊണ്ട് കൃപാസന പത്രം വെച്ച്, മാതാവേ, നീ എനിക്കൊരു വഴി കാണിച്ചു തന്നെ. എൻ്റെ അപ്പച്ചന് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ പേരക്കിടാവിൻ്റെ അടുത്ത മാസം പേരക്കിടാവിൻ്റെ കല്യാണമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് ഈ കല്യാണം കൂടി കഴിഞ്ഞിട്ട് അപ്പച്ചന് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഞങ്ങൾക്ക് വീട്ടിലോട്ട് തിരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു.
എന്നിട്ട് ഞാൻ ഈ ഉപ്പിട്ട് രാത്രിയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച്. അപ്പം പിറ്റേ ദിവസം വന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്ത് തീരുമാനം എടുത്ത്? പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ആളുടെ ആരോഗ്യനില അത്ര ഇതല്ല, അതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കുറച്ച് ദിവസം അഡ്മിറ്റ് ആവേണ്ടി വരും. ഇത് മാറിയെങ്കിൽ, ന്യൂമോണിയയുടെ ഇത് മാറിയെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ അന്നേരം മാധവനോട് ഞങ്ങൾക്ക് ഇനി ഓപ്പറേഷൻ വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് വിട്ടാൽ മതി. അപ്പോൾ അപ്പച്ചൻ മോളെ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഞാൻ ഒന്ന് ഇത് സീനിയർ സർജന്മാരോട് ചോദിക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അവരെ അറിയിക്കുക. എന്നിട്ട് പറഞ്ഞു മാതാവേ ഒന്ന് ഇടപെടണേ മാതാവ്, എൻ്റെ അപ്പച്ചനെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്, ഞങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ടാണ്ട് വീട്ടിൽ അങ്ങനെ അവരുടെ ഇതനുസരിച്ച് എന്നോട് പറഞ്ഞു ഭർത്താവ് താഴെയാണ്, ഞാനാണ് അപ്പച്ചൻ്റെ കൂടെ നിൽക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ പുറത്തോട്ട് പോയി ഇതൊക്കെ വാങ്ങിക്കാൻ എനിക്ക് പറ്റൂല. അപ്പം ഞാൻ അപ്പച്ചൻ്റെ കൂടെ നിന്നിട്ട് ഭർത്താവ് താഴെ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുത്ത് ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾക്കിനി ഓപ്പറേഷനൊന്നും വേണ്ട, മരുന്ന് മാത്രം മതി, ഞങ്ങൾക്ക് അപ്പച്ചനെ തിരിച്ചു കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഡോക്ടർ മാതാവ് ഇടപെട്ടിട്ട്, അല്ലെങ്കിൽ അവരവിടെ വിടൂല, ഇത്രയും സീരിയസ് ആയ ഒരാളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എന്ത് വന്നാലും ഞങ്ങൾ സമ്മതിച്ചോളാം, ഞങ്ങൾക്ക് അപ്പച്ചനെ വീട്ടിൽ കൊണ്ടുപോകണം. അങ്ങനെ ആ ഡോക്ടർ വന്ന് നിങ്ങളുടെ തീരുമാനം പോലെ എഴുതി കൊടുത്തിട്ട് പോയിക്കോന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല നിങ്ങളുടെ അപ്പച്ചൻ നിങ്ങളുടെ വീട്ടിലെത്തുമെന്ന്. ആ അപ്പച്ചനാണ് ഇപ്പം ഈ ആൾക്കാരെ കയറി നിൽക്കണത്. എന്ന് വെച്ചാൽ അപ്പച്ചനിപ്പോൾ തൊഴിലുറപ്പിന് വരെ പോവുകയാണ്. സത്യമായിട്ട് ഞങ്ങൾ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഞങ്ങളുടെ അപ്പച്ചൻ രക്ഷപ്പെടുമെന്ന്. മാതാവ് ഇടപെട്ട് ഈശോയും ഇടപെട്ടിട്ടാണ് ഞങ്ങളുടെ അപ്പച്ചൻ ഇപ്പം ഈ ആൾക്കാരെ കയറി എൻ്റെ ഒപ്പം നിൽക്കാൻ. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എല്ലാ മാസവും 2 വർഷമായി ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട്. എന്നാൽ ഞാൻ എല്ലാ മാസവും വന്ന് കൃപാസന പത്രം മേടിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ കൃപാസന പത്രം വാങ്ങിച്ചിട്ട് എല്ലായിടത്തും കൊണ്ട് ഓട്ടോ സ്റ്റാൻഡിലായാലും എൻ്റെ വീടിൻ്റെ അടുത്തായാലും എവിടെയായാലും ബസ് സ്റ്റോപ്പിലായാലും ഒക്കെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഉപ്പും കാശ് രൂപവും ഞാൻ എല്ലാവർക്കും കൊടുക്കും. ആർക്കും എന്ത് വയ്യാന്ന് പറഞ്ഞാലും ഉപ്പ് കൊണ്ടേ കൊടുക്കും. അതേപോലെ എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ട്, ഈ കാശ് രൂപം കൊടുക്കും. അപ്പോൾ എന്നെക്കൊണ്ട് അതുപോലെ തന്നെ പൈസയുടെ ഇതുകൊണ്ട് എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അതെല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥന ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ബൈബിൾ ഒരുപാട് വായിക്കാൻ പറ്റി. പള്ളിയായിട്ട് ഒരുപാട് എനിക്ക് പള്ളിയും കുർബാനയായിട്ട് അപ്പം എനിക്ക് ഒരുപാട് അടുത്ത് ഞാൻ. അപ്പം എനിക്ക് ഒക്ടോബർ മാസത്തിൽ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ എനിക്ക് റാലിയിൽ ഞാൻ 2 കൊല്ലം പോയി, 3ാമത്തെ കൊല്ലമാണ് റാലിയിൽ പങ്കെടുത്തത്. അപ്പോൾ റാലിയിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് അപ്പോൾ എനിക്ക് 1 മാസം കൊന്ത കൂടി ഇത് റാലിയിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് 1-ാം തീയതി തുടങ്ങി 31-ാം തീയതി വരെ എനിക്ക് കൊന്തയെ പങ്കെടുത്ത് ഈ റാലിയിലും പങ്കെടുക്കാൻ പറ്റി. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരത്തിയും കൂടി വന്നിട്ടാണ് ഞാൻ ഈ റാലിയിൽ പങ്കെടുത്തത്. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-58 തിരുവചനങ്ങൾ. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. കർത്താവെ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി, അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. ജിജി എന്ന മകൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചന് വേണ്ടിയാണ്, അമ്മായിയപ്പന് വേണ്ടിയാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ സമർപ്പിച്ച് നമ്മോട് ഏറ്റുപറഞ്ഞത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയ ഒരു നന്ദി നൽകേണ്ട ഒരു വലിയ സാക്ഷ്യമാണിത്. നമുക്കറിയാം, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടിയെടുത്ത മക്കളുടെ ജീവിതത്തിലേക്ക് നാം എത്ര തന്നെ കഷ്ടതയിലായാലും അമ്മ കടന്നു വന്നുകൊണ്ട് ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ജിജിയുടെ ഈ തോമസ് എന്ന അപ്പച്ചൻ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാകാവുന്നത് ഉടമ്പടി എന്ന് പറയുന്നത് ഉടൻ പരിഹാരമാണ്. വളരെയേറെ സങ്കടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും എല്ലാം ഇടയിലാണ് ജിജി പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഉടമ്പടി നിബന്ധനകൾ ആത്മീയ ജീവിതം കൃത്യമായി പാലിച്ചുകൊണ്ട് എപ്പോഴും കുമ്പസാരിച്ചുകൊണ്ടും തൻ്റെ വചനവായനയും ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കൃത്യമായി ശ്രവിച്ച് വചനങ്ങൾ സ്വായത്തമാക്കി എപ്പോഴും ഈശോയോട് കൂടെ നടന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് വലിയൊരു ആസ്തി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈശോയ്ക്ക് അത് മനസ്സിലായി, ഈ മകൾ എന്നിൽ നിന്ന് ഇവൾക്കൊരു സൗഖ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ എന്നിൽ നിന്ന് ഒട്ടും തന്നെ പിരിഞ്ഞു പോവുകയില്ല എന്നുള്ള ഉറപ്പിലാണ്
ഈശോ ഈ അപ്പച്ചന് വലിയ സൗഖ്യം നൽകി അനുവദിച്ചിരിക്കുന്നത്. ബൈപ്പാസ് സർജറി ചെയ്യാനിരുന്ന ഈ അപ്പച്ചനെ ഒരുപാട് തടസ്സങ്ങൾ വീണ്ടും വന്നു. ന്യൂമോണിയ, TB, ഇങ്ങനെ ഒരുപാട് ചെസ്റ്റ് പെയിൻ ഒട്ടും തന്നെ കുറയാതെ. അതിനിടെ അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ് നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം കൊണ്ടും അവർ അയോഗ്യതയിൽ 0 ആയി. യോഗ്യത 0 ആയപ്പോഴാണ് ഈശോയ്ക്ക് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യാനായിട്ട് അവർ സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓപ്പറേഷൻ ചെയ്താലും 45 ദിവസം നിങ്ങൾക്ക് വെൻറ്റിലേറ്ററിൽ കഴിയേണ്ടി വരും എന്ന് കേട്ടപ്പോഴാണ് അപ്പച്ചൻ പറഞ്ഞത്, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ വൈദ്യശാസ്ത്രം കൈവിട്ട ഒരു കേസാണ് ഇന്ന് വളരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇന്ന് അൾത്താരയിൽ കയറി നിൽക്കുന്നത്. എല്ലാ സങ്കടാവസ്ഥയിലും നമുക്ക് ഈശോയെ എപ്പോഴും സ്വന്തമാക്കാം. വിശുദ്ധ കുർബാനയിൽ നാം ഈശോയെ സ്വീകരിക്കുമ്പോൾ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും നാം സ്വീകരിക്കുമ്പോൾ അനേകായിരം മക്കൾ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ജീവനെ അല്ലെങ്കിൽ 1000 മക്കളെ നമുക്ക് നേടാൻ സാധിച്ചെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പ്രാർത്ഥനകളൊന്നും ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നിഷേധിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ, ആരൊക്കെ കൈവിട്ടാലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു സാക്ഷ്യമാണിത്. ജിജി തൻ്റെ അമ്മായിയപ്പൻ്റെ ഈ സൗഖ്യത്തിന് വേണ്ടി അർപ്പിച്ച പ്രാർത്ഥനകളെയും വലിയ ആസ്തിയെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കൈയടി. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാരനും ദൈവത്തിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് മെർലിൻ മാത്യു. ഇതെൻ്റെ ഹസ്ബൻഡ് അമൽ ജോർജ്. ഞങ്ങളുടെ കുഞ്ഞ് ലൂയിസ് ജോർജ് അമൽ. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം 2019 2019 ഡിസംബർ 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം 2019 ഫെബ്രുവരി 4 ഞങ്ങളുടെ വിവാഹം. വിവാഹത്തിന് ശേഷം 2 ആഴ്ച ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് അദ്ദേഹം ന്യൂസിലൻഡിലായിരുന്നു. ന്യൂസിലൻഡിലേക്ക് തിരിച്ചു പോയതിന് ശേഷം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു, ഹസ്ബൻഡിൻ്റെ ന്യൂസിലൻഡിലേക്ക് പോകാൻ വേണ്ടി. പക്ഷേ വിസ ഇട്ടതിന് ശേഷം വിസ ലഭിക്കുന്നില്ലായിരുന്നു. ഇമിഗ്രേഷനിൽ ചോദിക്കുമ്പോൾ വെയിറ്റിംഗ് ആണ്, ബാക്ക്ലോഗാണ്, വിസ ലഭിക്കാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ 2-3 മാസം, കുറച്ച് മാസം എടുത്തു, വെയിറ്റിംഗ് തന്നെയായിരുന്നു. അങ്ങനെ ഒക്ടോബർ 2019 എൻ്റെ വിസ റിജക്റ്റ് ചെയ്തു. അപ്പോൾ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം അവർ പറഞ്ഞത്, ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജിന് ആവശ്യത്തിനുള്ള പ്രൂഫില്ല, അതുകൊണ്ട് വിസ റിജക്റ്റ് ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞത്. വിസ റിജക്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന തന്നെ മതിയല്ലോ വിസ കിട്ടാൻ എന്ന് ഓർത്തുകൊണ്ടിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ചേച്ചി കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമല്ലോ എന്നോർത്ത് മടി പിടിച്ചിരുന്നു. പക്ഷേ വിസ റിജക്റ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തൊക്കെ പറഞ്ഞാലും വിസ ഇവിടെ വരാതെ, കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുക്കാതെ വിസ ഇനി ലഭിക്കുകയില്ലെന്നൊരു വലിയൊരു തോന്നലുണ്ടായി. അങ്ങനെ ഡിസംബർ 5-ാം തീയതി ഞാനും ഹസ്ബൻഡ് ഉടമ്പടി എടുക്കാൻ വേണ്ടി അവിടുന്ന് വന്നു. അങ്ങനെ ന്യൂസിലൻഡിൽ വന്ന് ഞങ്ങൾ 2 പേരും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 5-ാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതുവരെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രം എല്ലാവർക്കും വിതരണം ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകാനുള്ള ഡേറ്റ് ഓൾറെഡി ബുക്ക് ചെയ്താണ് വന്നത്. അങ്ങനെ അദ്ദേഹം ഡിസംബർ 19-ാം തീയതി തിരിച്ചു പോകാൻ വേണ്ടിയാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ 15-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് വിസ ലഭിച്ചു. അത് വക്കീൽ വഴിയാണ് ഇട്ടത്. പക്ഷേ വക്കീൽ പറഞ്ഞു, ഒരു കാരണവശാലും വിസ കിട്ടിയില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ മാതാവിൻ്റെയോ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് തോന്നുന്നു വിസ ലഭിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2-3 ദിവസത്തിന് മുമ്പ് വിസ ലഭിച്ച് ഞാനും ഹസ്ബൻഡും കൂടെ ഡിസംബർ 19-ാം തീയതി ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് പോയി. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നു. അതിനുശേഷം ഹസ്ബൻഡ് അവിടെ ന്യൂസിലൻഡിൽ ഏവിയേഷൻ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പാർട്ട് ടൈം ജോലി ആയിട്ടാണ് ലഭിച്ചത്. പാർട്ട് ടൈം ജോലി ലഭിച്ചതിന് ശേഷം സാധാരണഗതിയിൽ ഒരു 2-2.5 മാസം കഴിയുമ്പം ഫുൾ ടൈമിന് വേക്കൻസി വരുന്നതാണ്. പക്ഷേ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് സമയത്ത് കോവിഡ് ആയതുകൊണ്ട്
ലോക്ക്ഡൗൺ ആയിരുന്നു ഫുള്ള്, എയർപോർട്ടൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് വേക്കൻസി ഒന്നും, ഫുൾ ടൈമിൻ്റെ വേക്കൻസി ഒന്നും വരുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പക്ഷേ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫുൾ ടൈം വേക്കൻസി വന്നു. വേക്കൻസി വന്നപ്പോൾ തന്നെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. കാരണം കോവിഡ് സമയമാണ്, ലോക്ക്ഡൗൺ ആണ്, എയർപോർട്ട് വർക്ക് ചെയ്യുന്നില്ല. ആ വർക്ക് ചെയ്യാത്ത സമയത്തും വേക്കൻസി വന്നല്ലോ എന്നോർത്ത് ഞങ്ങൾ ഭയങ്കര അത്ഭുതപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ പേര് അപ്ലൈ ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്ലൈ ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മാത്രം ആ വേക്കൻസിയിൽ ജോലി കിട്ടി. മാതാവും തിരുക്കുമാരും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കോവിഡ് ആയതുകൊണ്ട് എൻ്റെ പേരൻസിന് ആർക്കും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും ടെൻഷനൊന്നും തോന്നിയില്ല തുടക്കത്തിൽ. അങ്ങനെ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ 9 മാസം വരെ ഞാൻ ജോലി ചെയ്തു. 9 മാസത്തിൽ ലീവ് എടുക്കുന്നതിൻ്റെ കുഞ്ഞുണ്ടാകുന്നതിന് 1 മാസം മുമ്പ് ഞങ്ങൾക്ക് അവിടെ ന്യൂസിലൻഡിൽ കോവിഡ് കേസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലോക്ക്ഡൗൺ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കറക്റ്റ് കുഞ്ഞുണ്ടാകുന്നതിൻ്റെ 1 മാസമായപ്പം ലോക്ക്ഡൗൺ വന്നു. അവിടെ ഒരു കേസ് വന്നിട്ട് ലോക്ക്ഡൗൺ ആയി ഫുള്ള്. ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് എല്ലാവരും ആർക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കംപ്ലീറ്റ്ലി ആർക്കും നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ ആയി. അങ്ങനെ എനിക്ക് അപ്പോഴെ ഒരു ടെൻഷനായി തുടങ്ങി. പക്ഷേ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കൊന്തയിലിക്കൊണ്ടിരുന്നു. മാതാവ് എനിക്ക് ശക്തി തരാൻ. എനിക്ക് അങ്ങനെ അത്ര ധൈര്യമുള്ള ഒരാളല്ല. മാതാവ് ഒരുപാട് എനിക്ക് ശക്തി ആ സമയത്ത് തന്നുകൊണ്ടിരുന്നു. പേരൻസ് ഇല്ലാത്തതിൻ്റെ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുണ്ടായ സമയത്ത് അപ്പം 40 വീക്സിൽ കുഞ്ഞുണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ കുഞ്ഞ് 40 വീക്സായിട്ടും വന്നില്ല. പിന്നെ 42 വീക്സ് ആയപ്പോഴേക്കും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. 42 വീക്സിൽ എനിക്ക് ഇൻഡ്യൂസ് ചെയ്തപ്പോഴേക്കും കോംപ്ലിക്കേഷൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കുഞ്ഞ് ഡിസ്ട്രെസ് ആയിക്കൊണ്ടിരുന്നു. പക്ഷെ ആദ്യമേ ഡിസ്ട്രെസ്സായി. അപ്പോൾ ഹാർട്ട് ബീറ്റ് 90ലേക്ക് പോയി. അങ്ങനെ പിന്നെ ഡിസ്ട്രെസ്സായി. അപ്പോൾ അവർ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ സിസേറിയൻ ചെയ്യുമെന്നും പറഞ്ഞു. എന്നാലും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി അവിടെ ജോലി ചെയ്യുന്നായിരുന്നു. ആ ചേച്ചി അന്ന് ഓഫ് ഡേ ആയിരുന്നു. ചേച്ചി വീട്ടിലായിരുന്നപ്പോൾ ചേച്ചി പ്രാർത്ഥിക്കുന്ന ചേച്ചി പെട്ടെന്നൊരു തോന്നലുണ്ടായി, എന്നെ വന്ന് കാണണമെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ആ ചേച്ചി കാണാൻ വന്നപ്പോഴേക്കും ആ ചേച്ചി ആ പ്രഗ്നൻസി ഡിപ്പാർട്ട്മെൻറ്റുള്ള അല്ല, വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പെട്ടെന്ന് ചേച്ചിക്ക് എന്തോ ഇങ്ങനെ ഇത് നോക്കിയപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ലോയിൽ 40 പൊക്കോണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് മിഡ്വൈഫ് ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. മിഡ്വൈഫിനെ ചൂണ്ടിക്കാണിച്ചു ഇതെന്താ ഹാർട്ട് ബീറ്റ് 40ലേക്ക് പൊക്കോണ്ടിരുന്നത്. അപ്പോഴാണ് മിഡ്വൈഫ് പെട്ടെന്ന് ഇത് ശ്രദ്ധിച്ച ശേഷം അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് ഡോക്ടേഴ്സിനൊക്കെ വിളിച്ചു. പെട്ടെന്ന് എമർജൻസി ആയിട്ട് C-സെക്ഷൻ ആയിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒത്തിരി നേരം ഹാർട്ട് ബീറ്റ് ലോയിൽ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് അവർക്ക് ഒരു ഭയങ്കര ഡൗട്ടായിരുന്നു കുഞ്ഞിനെ നോർമലായിട്ട് കിട്ടുമെന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ സിസേറിയൻ ചെയ്തു. ഞാൻ ബോധാവസ്ഥയിൽ വന്നപ്പോഴേക്കും എന്നോട് മിഡ്വൈഫ് പറഞ്ഞു ഭയങ്കര അത്ഭുതകരമായ കുഞ്ഞിനെ കിട്ടിയത്. ഞങ്ങൾ ഓർത്തു എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഉറപ്പായിട്ട് കാണുമെന്നാണ് ഓർത്തത്. പക്ഷേ കുഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല, നോർമലായിട്ട് കുഞ്ഞ് വളരെ ആരോഗ്യത്തോടെയാണ് കുഞ്ഞിരുന്നതെന്ന് അവർ പറഞ്ഞു. അങ്ങനെ മാതാവ് തക്ക സമയത്ത് എൻ്റെ പ്രതിസന്ധിയിൽ ഇടപെട്ട് ഞങ്ങൾക്ക് കുഞ്ഞിന് ഒരുപാട് നന്ദി പറയുന്നു. നാലാമതായിട്ട് മാതാവിൻ്റെ മധ്യസ്ഥ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം, ഞങ്ങൾക്ക് അവിടെ ന്യൂസിലൻഡിൽ വീട് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2-3 തവണ ലോൺ അപ്ലൈ ചെയ്തിട്ടും റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ റിജക്റ്റ് ആയപ്പോഴും പക്ഷെ ഞങ്ങൾക്ക് ഒരു വിഷമമില്ലായിരുന്നു. ദൈവത്തിൻ്റെ സമയമായി കാണില്ലെന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾക്കൊരു തോന്നലുണ്ടായി, ഒരു പ്ലോട്ട് വല്ലതും മേടിക്കുക, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് പെട്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ വക്കീൽ വഴിയും അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കൃപാസന മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പ്ലോട്ട് മേടിക്കാനുള്ള അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ടായിരുന്നു. പറ്റുന്നതുപോലെ സാമ്പത്തികപരമായി പാവങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ടായിരുന്നു. അതുപോലെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ആത്മീയമായിട്ട് കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ദൈവമായിട്ട് ഒരു എപ്പോഴും കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. കൃപാസനം ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഇടപെടലും അനുഭവവും എനിക്ക് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു. ബൈബിൾ അങ്ങനെ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ എന്നും വായിക്കുകയും രാവിലെ തൊട്ടൊക്കെ വായിച്ച് എഴുതിയൊക്കെ വചനം എഴുതി പഠിക്കാനൊക്കെ ഭയങ്കരമായിട്ടൊരു തോന്നലുണ്ടാകുകയും ഒരുപാട് ദൈവത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഉള്ള കൃപ മാതാവ് തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗേമിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. സങ്കീർത്തനം 126, 3, 4 വചനങ്ങളാണിത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് നമ്മൾ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യാൻ കാരണമാകുന്നത്. ഇവിടെ കേട്ട നെഗേമിലെ ജലപ്രവാഹം വരണ്ട മരുഭൂമി പ്രദേശത്ത് മഴ വരുമ്പോൾ പെട്ടെന്ന് വെള്ളച്ചാലുകൾ നിറഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ്. വരണ്ട നിലം ജീവനോടെ മാറുന്ന ഒരു സ്ഥലം. അതാണ് ഉടമ്പടി മക്കൾ പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലെത്തുമ്പോൾ നമ്മുടെ വരണ്ട പ്രദേശമാകുന്ന നമ്മുടെ ജീവിതം, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഒരു മഴ വരുമ്പോൾ പെട്ടെന്ന് വെള്ളച്ചാലുകൾ നിറഞ്ഞൊഴുകുന്ന പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കടന്നു വരുമ്പോൾ വരണ്ട നിലം പെട്ടെന്ന് ജീവനോടെ മാറുന്നത്. അതാണ് മെർലിൻ മാത്യു എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മക്കൾ വിസയ്ക്ക് പോകാനായിട്ട് ശ്രമിച്ചിരുന്നു. പല പ്രാവശ്യവും റിജക്ഷൻ വന്നെങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇവർക്ക് ആ കാര്യം ഈശോയും അമ്മയും ചെയ്തു കൊടുത്തത്. മകൻ ആവിയേഷൻ ഓഫീസറായിട്ട് പാർട്ട് ടൈം ജോലിയായിരുന്നു. പെട്ടെന്നൊരു വേക്കൻസി വന്നപ്പോൾ പലരും ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തെങ്കിലും ഈ മകന് മാത്രമായിട്ടാണ് ആവിയേഷൻ ഓഫീസറായിട്ട് ജോലി നൽകിയത്. ആ തക്ക സമയത്ത് ഈശോയും അമ്മയും ഇടപെടാനും അവർക്ക് വേണ്ടി മാറ്റിവെച്ച ആ ജോലി അങ്ങ് കൊടുക്കുകയും ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തത്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ഓരോ സമയവും ഈശോയും അമ്മയും കാത്തിരിക്കുകയാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും അവർ ശ്രദ്ധാലുവാണ്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിയോഗമായിട്ട് സമർപ്പിച്ച് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തയോടെ നമ്മൾ പാലിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത്. പിന്നീട് ന്യൂസിലാൻഡിലൊരു വീടാണ്. അത് വളരെ പ്രയാസമാണ്. വളരെ ഡിഫിക്കൽട്ടായ ആ സമയത്ത് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയതാണ് ഒരു വീട് അവർക്ക്. ഇതാണ് പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ, പ്രത്യേകിച്ചും ഈ മകളുടെ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് വളരെ പ്രയാസകരമായ സമയമായിരുന്നു അവർ ഫേസ് ചെയ്തിരുന്നത്. ആ സമയത്തും ഈശോയും അമ്മയും അവിടെ ചെന്ന് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയായിരുന്നു. പല വ്യക്തികളിൽ കൂടെ പ്രാർത്ഥനയിലൂടെ ഇവർ ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നടത്തി കൊടുത്ത് ഈശോ ഇവരെ അനുഗ്രഹിച്ചത്. പിന്നീടാണ് ഈ മകള് ഭൗതിക കാര്യങ്ങളിൽ നിന്നാണ് ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു ആത്മീയമായ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിലേക്ക് അടുക്കാനും കൂടുതൽ ബൈബിൾ വായിക്കാനും കൃപ മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുവാനും ഇവർക്ക് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലെ തളർച്ചയോ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ നെഗേമിലെ വരണ്ട തോടുകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കും തോന്നാം. ആത്മീയമായും സാമ്പത്തികമായും നമ്മുടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനാണ് ഈശോയും അമ്മയും നമുക്കൊരുക്കി തരുന്ന ഉടമ്പടി ജീവിതം. നമുക്കും വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ദൈവത്തിൻ്റെ സമയത്ത് ദൈവമെല്ലാം നടത്തി തരും എന്ന വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം ഈശോയുടെ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നയിക്കാം. മെർലിൻ മാത്യുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ആദ്യമേ തന്നെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട
കൃപാസന പ്രസാദ മാതാവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഉയർത്തിയതിന് ആദ്യം തന്നെ അമ്മയോടും തിരുകുമാരനോടും കോടാനുകോടി നന്ദി പറയുകയാണ് ഈ നിമിഷം. എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. എൻ്റെ വീട് പെരുമ്പാവൂർ ചേലാമറ്റം. എൻ്റെ ഇടവക സെൻറ്റ് ജോർജ് ചർച്ച് പെരുമ്പാവൂർ. എൻ്റെ രൂപത വിജയപുരം കോട്ടയം. എനിക്ക് രോഗസൗഖ്യങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ വളർച്ചയും ഉടമ്പടിയോടുകൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. എനിക്ക് അത് 10 വർഷത്തിനടുത്തായിട്ട് ഉണ്ടായിരുന്നു. ലൈറ്റ് അടിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഒച്ചത്തിൽ ശബ്ദം, അല്ലെങ്കിൽ ശബ്ദം ചെറിയ രീതിയിലാണെങ്കിലും കേൾക്കുമ്പോഴും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ വേദന സഹിക്കാൻ പറ്റാത്ത കാരണമാണ് ചില സമയങ്ങളൊക്കെ ഭിത്തിമയൊക്കെ തലയൊക്കെ അടിക്കുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്. ആ ഒരു പെയിൻ റിലീവ് ആവാൻ വേണ്ടിയിട്ട് ഉടമ്പടി വസ്തുവായിട്ടുള്ള നമ്മുടെ വിശുദ്ധ തൈലം അമ്മയാണ് എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വിശുദ്ധിയോടുകൂടി എനിക്ക് ആ കുരിശ് തലയിൽ നെറ്റിയിൽ കുരിശ് വരച്ച് തന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിശുദ്ധ തേരും എനിക്ക് തന്നു. അത് സ്വീകരിച്ച ആ നിമിഷം തന്നെ എനിക്ക് ആ അസുഖം എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ മാതാവ് വഴി ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. പിന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയണത്, ഞാൻ ശരിക്കും +2 വരെ അത്യാവശ്യം പള്ളിയിൽ സൺഡേ ക്ലാസ്സിലൊക്കെ മുടങ്ങാണ്ട് പോവുകയും സൺഡേ സ്കൂളിൻ്റെ ലീഡറൊക്കെ ആയിട്ടും പിന്നെ യൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങൾ സുഹൃത്തുക്കൾക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിലും ജപമാലയ്ക്കാണെങ്കിലും കൊടുക്കേണ്ടതായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും അലസമായ രീതിയിലായിരുന്നു. എന്നാൽ വിശ്വാസം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിശ്വാസം എനിക്കില്ല. യഥാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെയാണ്. അത് എനിക്ക് കാപട്യം എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നോട് അമ്മയൊക്കെ ആണെങ്കിലും സന്ധ്യാപ്രാർത്ഥന ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് തുടങ്ങി അമ്മ ജപമാല അങ്ങനെ മുടങ്ങാറില്ല വീട്ടിൽ. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അത്ര പ്രാധാന്യം കൊടുക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ജപമാലയ്ക്കൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങി, ഞാൻ വിശുദ്ധ കുർബാന പങ്കെടുക്കാനായിട്ടുള്ള ആഗ്രഹം എന്നിൽ വന്നു. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ ദിവസങ്ങളിൽ പോകുന്ന സമയങ്ങളിലാണെങ്കിലും എല്ലാ ദിവസവും അടുപ്പിച്ച് എനിക്ക് കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു കുറവ്, എന്തോ എന്നെ പിടിച്ചു വലിക്കുന്ന എന്തോ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് 2 ദിവസം പോയി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പിന്നെ എനിക്ക് പോകാൻ പറ്റണില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്നതൊക്കെ ആണെങ്കിലും ലേറ്റായിട്ടൊക്കെ തന്നെയായിരുന്നു. ഒത്തിരി ലേറ്റൊക്കെ ആയിട്ടായിരിക്കും. ചിലപ്പോൾ വർക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ കൂടുതലും സിനിമകൾ, റീൽസ്, ഇപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാം, സോഷ്യൽ മീഡിയകൾ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അങ്ങനെയുള്ളതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ ഈ 3 ദിവസം കുർബാനയ്ക്ക് പോയി സ്വീകരിച്ചു. 4-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും പിന്നെ പോകാൻ പറ്റണില്ല, എന്തോ ഒന്ന് പിടിച്ചു വലിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, വീട്ടിലിരിക്കുന്ന പുസ്തകങ്ങൾ, ആവശ്യത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ആവശ്യത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത് ഒഴിവാക്കാം എന്നുള്ളത് മനസ്സിലിങ്ങനെ തോന്നുവാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാം വീട് മൊത്തം ഉള്ളതെല്ലാം കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഉടമ്പടി പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ വഴി തിരിയുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് കൃപാസനത്തിലൊന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നി. അപ്പോൾ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഞാനും അമ്മേനോട് കൂടി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു, ആ കസേരയിൽ ഞാൻ ഇരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങി. അപ്പോൾ അത് വന്നതിന് ശേഷം വീട്ടിൽ നമ്മുടെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ എന്നോട് തോന്നുവാണ്. അപ്പോൾ ഞാനത് തുണിയിൽ വെള്ളം മുക്കിയിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്തു. തുടച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രകാശമൊക്കെ അതിൽ വരുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ അതിന് ശേഷം ഉടമ്പടിക്ക് വേണ്ടിയിട്ട് എനിക്ക് യോഗ്യത ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു 2 മാസത്തിനടുത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ആ സാക്ഷ്യങ്ങളാണെങ്കിലും അച്ഛൻ്റെ ടോക്കുകളൊക്കെ ആണെങ്കിലും യൂട്യൂബിൽ വരുന്നതിനല്ല, അപ്പം ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കൃപാസനത്തിൽ വരുന്നത് കാര്യങ്ങളെല്ലാം കേൾക്കാനും നമ്മുടെ അമ്മ മാതാവ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ
എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടും എനിക്ക് യോഗ്യത ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരാഴ്ച എനിക്കൊരു സ്പിരിച്വലി അത്യാവശ്യം നല്ല രീതിയിൽ കുർബാന കാണാനും നല്ല ആത്മീയമായിട്ടുള്ള ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് കുർബാന കാണാൻ പോകാനും അതനുസരിച്ചിട്ട് പ്രാർത്ഥനകൾ പങ്കെടുക്കാനുമായിട്ട് സാധിച്ചു. എൻ്റെ ബർത്ത്ഡേയുടെ ആ മാസം, അതായത് ആഗസ്റ്റ് 1-ാം തീയതി, എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ്. അപ്പോൾ എനിക്ക് ആഗസ്റ്റ് 1-ാം തീയതി തന്നെ ഇവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ തലേന്ന് തന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് അമ്മ ക്രമീകരിക്കുമായിരുന്നു. അതായത് പരിശുദ്ധ അമ്മ വരുന്ന കാര്യങ്ങളെല്ലാം, അതായത് ഏത് ഡ്രസ്സ് ഇടണമെന്ന് പോലും എന്നെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് 10-11 മണി അല്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ടാണ് എണീക്കുന്നത് ഒക്കെ പോലും. അപ്പോൾ ആ സമയത്ത് അമ്മ 3 മണിയായപ്പോഴേക്ക് എന്നെ വിളിച്ചെണീപ്പിച്ചു. 3 മണിക്ക് എന്നെ വിളിച്ചെണീപ്പിച്ച് ട്രെയിൻ കയറി. ഞാനിവിടെ വരാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറി. ചേർത്തല എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് എന്നോടിങ്ങനെ പറയുകയാണ്, എനിക്കത് കേൾക്കാം, അതായത് നീ കൃപാസനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നീ എവിടെ ഇറങ്ങിയാലായിരിക്കും നിനക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് നീ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് നോക്കിയ സമയത്ത് നമ്മുടെ മാരാലിക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേർത്തല കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി, അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഇവിടെ വന്നു. കറക്റ്റ് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മുടെ ഇവിടെ ഉടമ്പടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ കൃത്യമായിട്ട് എന്നെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അതിനുശേഷം ക്ലാസ്സിൽ കയറി ക്ലാസ്സിലെ ഓരോ കാര്യങ്ങൾ അച്ഛൻ പറയുന്ന ടോക്കുകളൊക്കെ കേട്ടപ്പോൾ ഫുൾ ഇമോഷണലി ഡൗൺ ആയിപ്പോയി. കാരണം നമ്മൾ കണ്ട കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായിട്ട്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കേണ്ട രീതികൾ എങ്ങനെയായിരുന്നു എന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും വ്യക്തമായിട്ടുള്ള ക്ലിയർ പിക്ചറാണ് ഉടമ്പടി ക്ലാസ്സിൽ കിട്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ സമയത്ത് നമുക്ക് അറിയാം, നമ്മൾ അമ്മേനെയും തിരിയൊക്കെ നമുക്ക് പിടിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ളി ഇതായി. അപ്പോൾ എനിക്ക് കിട്ടിയത് അമ്മേനെ തന്നെയായിരുന്നു പിടിക്കാനായിട്ട്. അങ്ങനെ അമ്മേനെയും വഹിച്ചുകൊണ്ട് എനിക്ക് വരാനുള്ളൊരു അവസരം അമ്മ തന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ എനിക്ക് നിയോഗങ്ങൾ ഞാൻ എഴുതി കൊടുത്തതിലും ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴാണെങ്കിലും ഇനി അങ്ങോട്ടേക്കാണെങ്കിലും ഞാൻ എഴുതിയതെന്ന് പറയുന്നത് ആത്മീയമായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യമാണ്. വിശുദ്ധിയോടുകൂടി ജീവിച്ച് മരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അത് ചിലപ്പോൾ പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ വീട്ടിൽ ഉടമ്പടി എടുത്തതിന് ശേഷം വന്നതിന് ശേഷം അമ്മ തന്നെ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം ഡെയിലി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത ഒരാൾ അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ കുർബാനകളൊന്നും മുടക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല. കാരണം ഞാൻ എങ്ങനെയാണ് ബ്രീത്തിങ് എടുക്കുന്നത്, ഞാൻ ഒരു ശ്വാസം വലിക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ അത് മുടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ശ്വാസം നിലച്ച് പോണ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന ചേഞ്ചസൊക്കെ കണ്ടപ്പോൾ ആദ്യമൊക്കെ അമ്മയ്ക്കാണെങ്കിലും അത് ഇവനെന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആദ്യം. ഇവനെന്തോ കുഴപ്പമൊക്കെ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അതിനുശേഷം അമ്മ റിയലൈസ് ചെയ്തു ഇവൻ കൃത്യമായിട്ടുള്ള കരങ്ങളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്, അതിൻ്റെ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീട്ടുകാർക്കും സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധമായിട്ടുള്ള ഉപ്പ് ഉപയോഗിച്ചിട്ട് അത് എനിക്ക് ഈ വെള്ളം ഉപയോഗിക്കുന്ന സമയങ്ങളിൽ, അതായത് കുളിക്കാനൊക്കെ ആണെങ്കിലും വെള്ളം ഉപയോഗിക്കുമ്പോൾ അതൊരു അലർജി പോലെ ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശുദ്ധ കുർബാന കണ്ടിട്ട് ആ വിശുദ്ധിയോടുകൂടി വന്നിട്ടാണ് ആ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം നമുക്ക് റിസൾട്ടുകൾ നല്ല രീതിയിൽ വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് ആത്മീയമായിട്ടും നമുക്ക് കൂടുതൽ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വിശുദ്ധ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം മാറിയതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ചൂടുവെള്ളമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുളിക്കുന്ന സമയങ്ങളിലെല്ലാം. അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിച്ച സ്കിന്നിന് എത്രത്തോളം പ്രശ്നമുണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം കൂടി അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. 10 വർഷത്തോളമായിരുന്നു മൈഗ്രെയിൻ്റെയും അതുപോലെ ഈ അലർജിക്കായിട്ടുള്ളൊരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നത്. അതാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ
അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹം. പിന്നെ വീട് പണി 13 വർഷമായിട്ട്, അതായത് വീടിന് മുകളിലേക്ക് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാലും നമുക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിൽ വന്ന് വിശുദ്ധ ഉപ്പ് എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വീടിൻ്റെ ഒരു ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയണത്, എൻ്റെ ഭവനമല്ല ഇത് അമ്മ മാതാവും ഈശോയും ത്രിയേകദൈവവും വസിക്കുന്ന ഒരു ആലയമായിട്ട് വേണം ഇത് മാറ്റാനായിട്ട്. അവിടെ ദാസനായിട്ട് നിൽക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും പറഞ്ഞിട്ടാണ് ഞാനത് അവിടെ ഇട്ടത്. ഇന്ന് ഞാൻ ആഗ്രഹിക്കണം അത് തന്നെയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം വീടിന് പണി വിചാരിക്കുന്നതിനേക്കാൾ ഇതായിട്ടായിരുന്നു ഫ്രണ്ടിലേക്ക് വന്നത്. നമ്മൾ സമയച്ചുരുക്കത്തിൻ്റെ ആ ഒരു ഇടപെടൽ ശരിക്കും ഞാൻ അവിടെ കാണുക തന്നെയാണ് ഉണ്ടായിരുന്നത്. അമ്മ മാതാവ് വഴി ഈശോ ചെയ്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. അതോടൊപ്പം തന്നെ വീടിൻ്റെ മതിലിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീടിൻ്റെ മതിലിൻ്റെ പണി ഇതുപോലെ തന്നെ അമ്മ അത് ചെയ്യാനായിട്ട് അമ്മ തന്നെ ചെയ്തതായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ അടുത്തുള്ളവർ നമ്മൾ ഇറക്കിയാണ് പണിതെന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു ക്ലാഷ്. അപ്പോൾ ആ സമയത്തൊന്നും ഞാനില്ല. അപ്പോൾ അമ്മയും അപ്പച്ചനുമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വല്ലാത്ത രീതിയിൽ സങ്കടം ഉണ്ടായി. കാരണം അതായത് ഹൈറ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു ആദ്യം കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് കല്ല് വേറെ വെച്ച് നമ്മൾ പൊക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുർബാനെല്ലാം കഴിഞ്ഞ് ആരാധനയുടെ സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്, എടാ നീ വീട്ടിലിട്ട് പോകുമെന്ന് പറഞ്ഞ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇതുണ്ട്, നമ്മൾ ആത്മീയതയ്ക്ക് എഗനസ്റ്റായിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ. അപ്പോൾ ഞാൻ ഈശോനോടും അമ്മേനോടും പറഞ്ഞു, അമ്മ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് അമ്മയും ഈശോയും തന്നെയാണ് പറയണമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ പോകാട്ടോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് സങ്കടപ്പെട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആദ്യം ചോദിച്ചത് ജപമാല ചൊല്ലിയാർന്നു ആദ്യം ഞാൻ ചോദിച്ചേ. അപ്പോൾ പറഞ്ഞു ഇല്ല ജപമാല ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് ജപമാല ചൊല്ലാം, അതിനുശേഷം മാത്രം ബാക്കി കാര്യം സംസാരിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതായത് ജപമാല പോലും ഉപേക്ഷിച്ച് വീടിൻ്റെ അകത്തിരുന്ന എനിക്ക് ഇപ്പോൾ പ്രാർത്ഥനകളില്ലാണ്ട്, അതായത് ദൈവമില്ലാണ്ട് അമ്മ മാതാവും ഈശോയും ഒന്നും ഇല്ലാണ്ട് എനിക്കിപ്പോൾ പറ്റാത്ത ഒരു രീതിയിലേക്ക് എന്നെ ഉയർത്താണ് ചെയ്തേക്കണം ഉടമ്പടി വഴി. അപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ജപമാല ചൊല്ലാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അമ്മ സങ്കടമായി. അതായത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയം എന്ന് തുടങ്ങി അമ്മ വയ്യാണ്ടിരിക്കുന്ന സമയങ്ങളിലല്ലാണ്ട് അമ്മ ജപമാല താഴ്ത്ത് വെച്ചിട്ടില്ല. ആ അമ്മ ജപമാല എടുക്കാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും സങ്കടം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചൊല്ലാം. എന്നിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ കാണുന്നത് അമ്മ മാതാവ് ആ മതിലിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങിയിട്ട് പള്ളികളിലും കൊടുക്കാറുണ്ട്. ആദ്യത്തെ പ്രാവശ്യം പള്ളി കൊടുത്ത സമയത്ത് ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തായാലും കൊടുക്കും. നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അത് ജീവിതത്തിൽ പ്രവർത്തികമാക്കിക്കൊണ്ട് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ വന്നിരുന്നത്. പിന്നെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എല്ലാം നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അതിവിടെ വന്നപ്പോൾ എനിക്ക് സാധിച്ച് കിട്ടി. അപ്പോൾ പത്രം ഞാൻ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഒരു യുവതിയായിട്ടുള്ള ഒരു കുട്ടിയുടെ വന്നിടത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ എല്ലാവരും ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടെന്ന് ചോദിച്ചു. ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്താണ് എൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയണത് വിശുദ്ധിയോടുകൂടി ആത്മീയമായിട്ട് നല്ല രീതിയിൽ വളർന്നു പോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്നതാണ്, ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടിയും ജീസസ് യൂത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള രീതിയിൽ അവർക്കും മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പത്രങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി ബ്രെഡ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസായിട്ടും ഗ്രൂപ്പുകളിലേക്കൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്.
പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് നമ്മുടെ ഇവിടെ ട്രസ്റ്റിൻ്റെ ഇതിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ചെറിയ രീതിയിൽ, പിന്നെ യാചകർക്കായിട്ടും പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്കും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുത്ത സമയത്തുണ്ടായ 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ കൊടുത്ത സമയത്ത് അത് കുറച്ച് റിജക്ഷൻസ് വരും. അപ്പോൾ റിജക്ഷൻസ് വരുമ്പോൾ സന്തോഷത്തോടു കൂടി കുഴപ്പമില്ല, അവർക്ക് അർഹതയുള്ളവരുടെ കയ്യിലേക്ക് ഇത് എത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിയായിരുന്നു. അതായത് നമ്മൾ കൊടുക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നവരെ അവർക്ക് ഇവിടെ എത്തേണ്ടതായിട്ടുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ അത് അവർക്കുള്ളതല്ല. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. എപ്പോഴും ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പത്രം കൊടുക്കാനായിട്ട് ഞാൻ പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എനിക്കുണ്ടായേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ട് പത്രം കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ഒരു ചേച്ചി എന്നെ കവർ ചെയ്ത് പോയി. ആദ്യം ചേച്ചി വേണ്ടാന്ന് പറഞ്ഞാൽ പോയേ. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ആ ചേച്ചിക്ക് അല്ല എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചേച്ചി തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ എനിക്ക് ആ പത്രം തരാമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ആ സമയങ്ങളിലെല്ലാം ഒരു നല്ല സാന്നിധ്യങ്ങൾ എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു അമ്മച്ചി ഇതേപോലെ തന്നെ ലോട്ടറി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ അമ്മച്ചി എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മച്ചിക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള മനോഭാവത്തോട് ഞാൻ അങ്ങോട്ട് ചെന്നേ. അപ്പോൾ ആ അമ്മച്ചി പറയണത് എനിക്ക് നിൻ്റെ കയ്യിൽ പത്രം തരാമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നത് ഈശോനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സാധിക്കണമേ, അതിനുള്ള ആയിരിക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പത്രങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉടമ്പടിയോട് കൂടി അമ്മ മാതാവ് വഴി ഈശോ ചെയ്യാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ വിശുദ്ധ കുർബാന ഇല്ലാണ്ട് പറ്റൂല. ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കൂല. ഞാൻ ട്രാവലിങ് ചെയ്യാറുണ്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. ഇപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പോകാറുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എവിടെയൊക്കെ പള്ളി ഉണ്ടെന്നോ അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും കുർബാന സമയം ഒന്നും അറിയില്ല. പക്ഷേ അമ്മ മാതാവ് വഴി ഈശോ അവിടെയും എനിക്ക് എല്ലാം സജ്ജീകരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വലിയൊരു വിരുന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് ആരാധനയോടുകൂടി ജപമാലയോടുകൂടി കുർബാന സ്വീകരിക്കാൻ സാധിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പം അങ്ങനെ ക്രമീകരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുമ്പസാരം എന്ന് പറയുന്നത് 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തോന്നി, മനസ്സിലൊരു വിഷമം തോന്നി. ചിലപ്പോൾ അമ്മയുടെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ നോക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് ചെറിയൊരു സങ്കടം കാണുകയാണെങ്കിൽ ഞാൻ ഇരുന്നിട്ട് ഞാനൊരു ബുക്കും പേനെടുത്തിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, ഞാൻ എന്ത് കാര്യമാണ് അമ്മ ചെയ്ത് തെറ്റെന്നുള്ള ചോദിച്ചിട്ട് അവിടെ ഇരുന്ന് എഴുതിയിട്ട് അതിൽ എപ്പോഴാണോ അമ്മ ഹാപ്പി ആയിട്ട് അമ്മയുടെ ഫേസ് തെളിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പോയി മാക്സിമം അന്ന് തന്നെ പോയി കുമ്പസാരിക്കാൻ വേണ്ടി ഞാൻ നോക്കും. കാരണം നമ്മൾ എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, സഹനങ്ങൾ ഞങ്ങളെല്ലാം വരും. പക്ഷെ എന്നിരുന്നാലും ആ സഹനത്തിലും അമ്മ മാതാവും ഈശോയും കൂടി കൈ ചേർത്ത് പിടിക്കും. അതാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഇതേപോലെ തന്നെ സഹോദരനും ഒരു രോഗത്തിൻ്റേതായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. അത് സഹോദരൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇറങ്ങി വന്ന് ദൈവം ഇടപെട്ട ഒരു കാര്യമാണ്. അത് സഹോദരനായിട്ട് ഞാൻ വന്ന് ആ സാക്ഷ്യം കൂടി ഞാനിവിടെ കുടുംബസമേതം വന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാത്തിനും നന്ദി. ഇനിയും ഉടമ്പടി തന്നെ ജീവിക്കാനും ഉടമ്പടിയോട് കൂടി ആയിരുന്നുകൊണ്ട് മുന്നോട്ട് പോകാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവൂദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഐസയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 3-ാം വചനമാണിത്. ദൈവത്തിൻ്റെ ഒരു ക്ഷണവും വാഗ്ദാനവുമാണിത്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളുമായി ഒരു ശാശ്വതമായ ബന്ധം, ഒരു നല്ലൊരു ബന്ധം, അകന്നവരെ തൻ്റെ അടുക്കൽ വിളിക്കുന്ന കരുണയുടെ ഒരു ക്ഷണമാണ്. ദൈവവചനത്തിലൂടെ ആത്മീയ ജീവിതവും പുതുജീവനുമാണ് നമുക്ക് ലഭിക്കുന്നത്. ജെയ്സൺ ജോസഫ് എന്ന മകൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വാക്ക് കേട്ട് ഒരു പുതിയൊരു ജീവിതം നയിക്കുന്ന ഒരു നല്ലൊരു മകൻ്റെ ഒരു സാക്ഷ്യമാണ്, ഒരു നല്ലൊരു ഉടമ്പടി സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ മകൻ നമ്മളോട് പങ്കുവച്ചത്. ആദ്യമായി ഈ മകൻ ഉടമ്പടി എടുക്കണമെന്ന് ഈശോയും അമ്മയും കാണിച്ചു കൊടുത്ത ക്രമീകരിച്ചു കൊടുത്ത ഒരു വീട്ടിലെ എല്ലാ സാധനങ്ങളും ക്ലീനാക്കുമ്പോഴാണ്
അച്ഛൻ്റെ ഒരു പഴയ ഉടമ്പടിയുടെ പേപ്പറിൽ ഇരിക്കുന്ന കണ്ടത്. ആ പേപ്പറിൽ കൂടെയാണ് ഈശോയും അമ്മയും ഈ മകന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നെത്തുവാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. പിന്നീടാണ് ഈ മകൻ പറഞ്ഞ ഷെയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു വിശുദ്ധിയോടുകൂടിയുള്ള ഒരു ജീവിതം, ആത്മീയമായി വളരാനും നല്ലതുപോലെ മുന്നോട്ട് ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് ജീവിക്കാനുമുള്ള ഒരാഗ്രഹമാണ് ഈ മകൻ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടതും. അമ്മ ഉടമ്പടി എടുത്തപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. 10 വർഷം നീണ്ടു നിന്ന ഒരു മൈഗ്രെയിൻ്റെ ഒരു തലവേദനയുടെ ഒരു സൗഖ്യമാണ് ഈ മകന് ലഭിച്ചത്. പിന്നീട് മകനുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ഒരു അലർജി ഉണ്ടായിരുന്നു. അത് എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മകന് ഈ 2 രോഗസൗഖ്യങ്ങൾ ലഭിച്ചത്. പിന്നീടാണ് ഈ മകൻ്റെ ഒരു പൂർണ്ണമായ ഒരു വലിയൊരു വളർച്ച ആത്മീയ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടി വന്നതിന് ശേഷമാണ് വിശുദ്ധ കുർബാന ഒരിക്കലും മുടങ്ങാതെ കൊണ്ടുപോകുവാനായി ഒരു ഉടമ്പടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും കൃത്യമായി ഈ കുമ്പസാരിക്കാനും ആത്മീയ ജീവിതത്തിൽ ഒരു വലിയൊരു വളർച്ചയാണ് നമ്മൾ കാണുന്നത്. ഈ മകൻ പറഞ്ഞത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ത്രിയേക ദൈവത്തിൻ്റെ ആലയമായ ഈ ആലയം അമ്മ പണിത് തരണേ എന്ന്. ഈ ഭവനം അമ്മയുടെയും ഈശോയുടെയും ദൈവത്തിൻ്റെയും ആണെന്ന്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ ആലയമാണ്, അമ്മ അത് പണിത് തരണം. ഈശോയും അമ്മയും എല്ലാം ഈ മകൻ്റെ പ്രാർത്ഥന കേട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ മകൻ പറഞ്ഞതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഓരോരുത്തർക്കും ഓരോ പത്രങ്ങൾ വിതരണം ചെയ്തത്. അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ മകൻ്റെ ശ്രമം. പലരും പല കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. എങ്കിലും വിശ്വാസം നഷ്ടപ്പെടാതെ സ്വന്തം ആത്മീയ ജീവിതത്തിൽ ഉറപ്പിച്ച് ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ മകൻ ഉടമ്പടി ജീവിതം നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വസിക്കാം, ഉടമ്പടി ഒരു താൽക്കാലികമല്ല, സ്ഥിരമായ ഒരു ദൈവബന്ധമാണ്, ശാശ്വതമായ ഒരു ബന്ധമാണ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്. എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന ക്ഷമയുടെ ഒരു കൃപയാണ്, ഒരു ക്ഷണമാണ് ഈശോയും അമ്മയും ഈ ആലയത്തിൽ നിന്ന് നമുക്ക് തരുന്നത്. വില കൊടുക്കാതെ ലഭിക്കുന്ന ആത്മീയ സമൃദ്ധിയിലേക്കുള്ള ഒരു ക്ഷണം, ഒരു ഉൾവിളി ആണ് നമുക്ക് ലഭിച്ചത്. ദൈവവചനം കേട്ട് നമുക്കും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഒരു പുതുജീവൻ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ ഒരിക്കലും പരാജയപ്പെട്ടിരുന്നില്ല. ഓരോ കാര്യത്തിലും ശ്രദ്ധാലുവായ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കും ഈശോയിലും അമ്മയിലും നമ്മൾ വിശ്വാസം അർപ്പിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ജയ്സനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പേര് ശില്പ. ഞാൻ കോട്ടയം കുമരകത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അനിയത്തി, പിന്നെ അച്ഛനും അമ്മയും ഉണ്ട്. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ കൊല്ലം 2024 ഒക്ടോബർ 19 ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ തിരുസന്നിധിയിൽ നിന്നിട്ട് സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. 1000 എന്ന് പറഞ്ഞാൽ പോരാ, എത്ര സംഖ്യ ഉണ്ടോ അത്രത്തോളം ഞാൻ നന്ദി പറയുവാണ്. ഓക്കെ, എത്ര സംഖ്യ ഉണ്ടോ അത്രത്തോളം ഞാൻ നന്ദി പറയുവാണ് അമ്മ മാതാവിനോട്. അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത്, ഞാനൊരു പ്രൊഫഷണലി ഒരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ പ്രോസസ്സിങ്ങിൽ എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടുണ്ടായിരുന്നു. എൻ്റെ വിസ അങ്ങനെ എല്ലാം എനിക്ക് തടസ്സങ്ങളായിരുന്നു. അപ്പം അത് അമ്മ മാതാവ് എനിക്ക് ശരിയാക്കി തന്ന ആ ഒരു സാക്ഷിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് ആദ്യം പറയണം, അതായത് എനിക്ക് മാതാവുമായിട്ട് അല്ലെങ്കിൽ ഈ ഷോപ്പയായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ 7ാം ക്ലാസ് മുതൽ പള്ളിവക ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ അവിടെ എന്നും പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് ഫീലിംഗ് തോന്നും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും കുർബാനയിൽ എനിക്ക് കൂടുതലും ഉള്ളത് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും ഞാൻ അവരുടെ കൂട്ടത്തിൽ ഞാൻ കുർബാന അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാതാവും ഈശോപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു നേഴ്സാണ് പ്രൊഫഷണലി. അപ്പം ഞാൻ എൻ്റെ നേഴ്സിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് 2021 അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാ നേഴ്സുമാരെയും പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹം, എബ്രോഡ് പോകണം. ഒന്നാമത് ബിലോ അവറേജ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ കുടുംബത്തിനെ ഒന്ന് സഹായിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ഒരു തവണ OET എഴുതി. ആ ടൈമിൽ അച്ഛന് കുറച്ച് സ്ട്രോക്കും അസുഖങ്ങളും ഉണ്ട്, എന്നാലും സപ്പോർട്ടീവായിട്ടുള്ള പേരൻസ് ആയതുകൊണ്ട് ഒരു തവണ നമുക്കൊരു ചാൻസ് തന്നു, എഴുതിക്കോളാൻ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 1 മാർക്കിന് എൻ്റെ റൈറ്റിംഗ്
കൗൺസിലിംഗ് മൊഡ്യൂൾ പോയായിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാൻ പറ്റില്ല, എഴുതിക്കോട്ടെ ഒന്നൊന്ന് ചോദിക്കാനുള്ളൊരു അവസരമൊന്നുമില്ല. പിന്നെ അത് ഞാനത് ആ പ്ലാൻ അങ്ങ് വിട്ടു. പിന്നെ എൻ്റെ മുമ്പിൽ ഒരു പ്ലാൻ ജോലിക്ക് കയറുക എന്നുള്ളതാണ്. പിന്നെ ജോലിക്ക് കയറി 1 കൊല്ലം നിന്നു. പക്ഷേ ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലത്തെ നഴ്സുമാരുടെ അവസ്ഥ. നമുക്കങ്ങനെ ശമ്പളം ഇപ്പോൾ ആസ് എ ഫ്രഷറായിട്ടൊരു 12 രൂപയൊക്കെ ഉള്ളൂ. അത് നമുക്ക് ഒന്നിനും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. എനിക്ക് ലോണുണ്ട്, എഡ്യൂക്കേഷണൽ ലോണ്, അതിന് കറക്റ്റായിട്ട് 5000 രൂപ നമ്മൾ വീട്ടിൽ കൊടുക്കണം. പിന്നെ ഒന്നിനും തികയില്ല. അപ്പോൾ ഇങ്ങനെ പോകെ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ സപ്പോർട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കസിൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് ജർമ്മൻ ലാംഗ്വേജിനെ പറ്റും, ജർമ്മനി എന്ന കൺട്രീനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഒരുപാട് എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല, ഇങ്ങനെയാണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നും. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മാത്രം അറിയാം. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്തു. അങ്ങനെ ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഒരു ഏജൻസിയിലാണ് കൊടുത്തത്. അപ്പം നമ്മൾ ഏജൻസി തിരക്കിയപ്പോൾ തന്നെ അവർ പറയുന്നത് അവർ ഫുൾ കാര്യങ്ങൾ പ്രോസസ്സിങ്ങും പഠിപ്പീരും എല്ലാം അവർ ചെയ്യും. അപ്പം B1 ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യങ്ങളും ഇതിനെപ്പറ്റി പ്രോസസ്സിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എടുത്തു. അങ്ങനെ B1 വെച്ചിട്ട് കയറ്റി വിടാമെന്ന് പറഞ്ഞു. മെയിൻലി A1 A2 B1 B2 ഇങ്ങനെ 4 ലെവൽസ്. അപ്പോൾ B1 വെച്ചിട്ട് കയറ്റി വിടാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൃപാസന മാതാവും എൻ്റെ ജർമ്മൻ ലാംഗ്വേജും തമ്മിലാണ് നല്ലൊരു കണക്ഷൻ ഉള്ളത്. കാരണം ഞാൻ പഠിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ആഴ്ച മുതൽ തന്നെ എനിക്ക് കൃപാസനം പത്രം ഓരോരുത്തരും കൊണ്ട് തരും, ബസ്സിലും അതുപോലെ തന്നെ അടുത്ത് പാറേപ്പള്ളി പള്ളിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് തരും. അപ്പം ഈ പത്രം എനിക്ക് മാതാവിന് ഇഷ്ടമാണ്. അപ്പോൾ പത്രം വരുമ്പോഴേ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു സ്റ്റാമ്പ് കളക്ഷൻ പോലൊരു ഹോബിയായി. അതായത് ഇങ്ങനെ വരും, ഞാനത് വാങ്ങിച്ചെൻ്റെ ബാഗിനകത്ത് ഞാൻ വെക്കും. അപ്പം ഇങ്ങനെ ഒരു മാസത്തെ തന്നെ ഒരു 5ഉം 6ഉം പത്രമൊക്കെ എൻ്റെ ബാഗിനകത്തുണ്ട്. അപ്പം ഞാനൊരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കണ്ടോ, എനിക്ക് ഇത്രയും പത്രം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അതായത് മോനെ, അമ്മയ്ക്ക് കുറച്ചുകൂടെ അറിയാം കൃപാസനം എന്താണെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അമ്മ മാതാവ് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനാന്ന് പറഞ്ഞു. എന്നാലും അപ്പം അമ്മ പറഞ്ഞു നിനക്ക് ഇത്രയും പത്രം ഇല്ലേ നിൻ്റെ കയ്യിൽ, അപ്പോൾ ഇനി വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ വാങ്ങിച്ചു വെക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അത് ഞാൻ ഞാനിങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്, ബാഗിനകത്ത് വെക്കുന്നുണ്ട്, ഇങ്ങനെ പഠിത്തം പോവാം. അങ്ങനെ ഒരു 6 മാസം കൊണ്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തു. ഈശോയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് ഞാൻ B1 ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി. B1 പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞത് B1 പാസ്സായിട്ട് നമുക്കപ്പോൾ കയറ്റിവിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏറ്റവും ഈ ഒരു ഏജൻസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് നേഴ്സുമാർക്ക് ഈ ഒരു ജർമ്മൻ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്നോട് അവർ പറഞ്ഞിരുന്നത് 3 ലക്ഷം വിത്തൗട്ട് ടിക്കറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അത്രയും പൈസ കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നല്ലേ നമ്മൾ കരുതുക. അപ്പം ആദ്യത്തെ ഞാൻ ജയിച്ചപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞു ഒരു 1.15 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം കടമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആ ഒരു 1.15 രൂപ അടയ്ക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ചോദിക്കുക എത്ര നാളെടുക്കും ഏകദേശം ഇത് ശരിയാകാൻ. അപ്പോൾ അവർ പറയുന്നത് ഒരാഴ്ച കൊണ്ട്, ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉള്ള ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ശരിയാക്കും. ശരിക്കും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ബെഷേഡ് എന്ന് പറയുന്നൊരു പേപ്പർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വൺസ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഓഫർ ലെറ്ററും കൈ കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ പൈസ അടച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ വിളിച്ചു ചോദിച്ചു, സാർ ബെഷേഡ് വന്നോ, ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പം ഒരാഴ്ചയായിട്ടും വന്നിട്ടില്ല, 2 ആഴ്ചയായി വന്നിട്ടില്ല, 4 മാസം കഴിഞ്ഞിട്ടും ഇത് വരുന്നില്ല. അപ്പം നമ്മുടെ ആകെപ്പാടെയുള്ള പ്രതീക്ഷ, ഞാൻ പറഞ്ഞു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ആകെപ്പാടെ ഒരു പ്രതീക്ഷയായിട്ടുള്ളൂ. വീട്ടിൽ അച്ഛൻ അതുപോലെ തന്നെ എല്ലാവരും വഴക്കും ബഹളവും എല്ലാം തുടങ്ങി. ഇപ്പം നിങ്ങൾക്കറിയാം ഇതുപോലെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നവർ കുറേ എല്ലാ കുട്ടികൾക്കും മനസ്സിലാകും. അതായത് നമുക്ക് വെളിയിലോട്ടൊന്ന് ജർമ്മൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്ന് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ചോദിക്കും എപ്പോഴാണ് പോകുന്നത്, പോകാറായില്ലേ, കൊച്ചു തോറ്റുപോയോ, അങ്ങനെ. അത് പഠിച്ച് ജയിച്ച കഷ്ടപ്പാട് അറിയാം. പക്ഷേ എന്നാലും ഇത് തന്നെ ചോദ്യം. അതുകൊണ്ട് ഞാൻ ഒരു പരിപാടിക്കും ഒരു ഫംഗ്ഷനും ഒന്നും പോകത്തില്ല. കാരണം ഇപ്പോഴും പോകത്തില്ല. കാരണം ഈ ഒരു ചോദ്യം പേടിച്ച് പോകത്തേയില്ല. അപ്പം ഇങ്ങനെയായി വഴക്കും ബഹളവും ആയിട്ട് വീട്ടിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടായി പറഞ്ഞായിരുന്നു, കസിൻ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ എടി ഞാൻ ആലപ്പുഴയിൽ പോയപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പം ട്രെയിൻ ഇറങ്ങി കുറച്ച് പേര് വന്നപ്പോൾ ഒരു ആൻറ്റിയായിട്ട് സംസാരിക്കുന്ന വഴിക്ക് മനസ്സിലായതാണ് ആൻറ്റിയൊക്കെ വരുന്നത് മുംബൈയിൽ നിന്നാണ്. അപ്പം അവരുടെ മകൻ ഇതുപോലെ പ്രോസസ്സിങ്ങിനകത്ത് കുറച്ച് തടസ്സങ്ങൾ വന്നിട്ട് അവർ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രോസസ്സിങ് എല്ലാം ഓക്കെ ആയിട്ട് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത് സാക്ഷ്യം പറയാനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു നീ പൊക്കോ, നീ ആരോടും പറയൊന്നും വേണ്ട, നീ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പത്രമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടി. അമ്മ പറഞ്ഞത് അന്ന് എന്നോട് പറഞ്ഞത് ഇതുപോലെ നമുക്ക് പത്രം വരുന്ന ഒരു ഇൻവിറ്റേഷൻ പോലെയാണ്, മാതാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവിടെ ചെല്ലാൻ എന്നുള്ളത് എൻ്റെ പെട്ടെന്ന് മൈൻഡിൽ വന്നു. അങ്ങനെ ഞാനും അമ്മയും
അച്ഛനും അനിയത്തിയും കൂടെ ആദ്യത്തെ ഒരാഴ്ച കൃപാസനത്തിൽ വന്നു. അപ്പം നമുക്ക് കൃപാസനത്തിനെ പറ്റി വലിയതായിട്ടൊന്നും അറിയത്തില്ല. വന്നു, ഞങ്ങൾ ഇവിടെയും അതുപോലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഫോട്ടോകൾ അവിടെയും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എങ്ങനെയാണ് ഉടമ്പടിയൊക്കെ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആഴ്ച ആയപ്പോഴത്തേക്ക് വീണ്ടും വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് അത് ഭയങ്കര മാജിക്ക് പോലെയാണ്. അതായത് എനിക്ക് ക്രിസ്ത്യൻസ് എല്ലാവരും അരമണിക്കൂർ ഉടമ്പടിയിൽ ബൈബിൾ വായിക്കും. അപ്പോഴത്തേക്ക് എനിക്കും ഒരാഗ്രഹം, ബൈബിൾ എനിക്ക് വായിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് ഒരു ബൈബിൾ കൊണ്ടുതരാമോ ചേച്ചിയെന്ന് ചോദിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ എനിക്ക് അമ്മ മാതാവും ഈശോപ്പനും തന്ന അനുഗ്രഹം. അപ്പോൾ ചേച്ചി എനിക്ക് ബൈബിൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചോദിക്കും. അപ്പം അങ്ങനെ പരിചയമുള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി എനിക്കൊരു കവർ ഒരു ദിവസം കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ഇത് തുറന്നു നോക്കാൻ പറഞ്ഞു. ഞാനത് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ബൈബിളും ഉണ്ട്, ജപമാലയുണ്ട്. നല്ല പുതിയ ബൈബിളും ജപമാല ബുക്കും. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, ഇതുപോലെ ഇത് നിനക്ക് എവിടെ നിന്നാണെന്ന് അറിയാമോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി പള്ളിയിൽ പോകുന്ന ആളല്ലേ, ഇപ്പോൾ ചേച്ചി പള്ളിയിൽ എവിടെന്നെങ്കിലും നാഗമ്പടം പള്ളിയിൽ നിന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നായിരിക്കൂലേ. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അല്ല, ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പം ആ ഹസ്ബൻഡിന് അന്ന് കൃപാസനത്തിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഓട്ടോ ആണ്. അപ്പം ചേട്ടൻ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഒരു ബൈബിളും ഒരു ജപമാല ബുക്കും വാങ്ങിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. അതെനിക്കന്ന് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആഗ്രഹിച്ചപ്പം തന്നെ മാതാവ് എനിക്കത് കൃപാസനത്തിൽ നിന്ന് തന്നെ ഒരു ബൈബിളും ജപമാല ബുക്കും കൊടുത്തു വിട്ടത് എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഉടമ്പടിയിലായി. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ടാകാവുന്ന രീതിക്ക്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു മാസത്തിലൊരു 5 ചോറും പൊതി അത്രയേ ഉള്ളൂ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പം അത്രയും കൊടുക്കാറുണ്ട്. അതുപോലെ പത്രം കൊടുക്കാറുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആസ് എ നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കെയർ അവിടെ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അങ്ങനെ സഹായിക്കാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും പ്രാർത്ഥനയും എല്ലാം മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളിങ്ങനെ രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ മനസ്സിലിങ്ങനെ മാതാവ് പറയുന്നതായിട്ട് എനിക്ക് തോന്നുക, നിങ്ങൾ എന്തിനാ ഇത് എടുത്തതെന്ന്. അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ടായി പോയി. ഇത് മാതാവ് ഈ ചോദ്യം ചോദിച്ചത്, എന്തിനാ നിങ്ങളിത് എടുത്തതെന്ന് ചോദിച്ചത് ഒരു പോസിറ്റീവ് സൈനാണോ നെഗറ്റീവ് സൈനാണോ, എന്തിനാ ഇത് എടുത്തതെന്നാണ് മാതാവ് ചോദിച്ചത്. അപ്പം ഒന്നാമതേ നമ്മൾ ഈ സങ്കടത്തിൽ പോവാണ്. അപ്പം നമ്മൾ തന്നെ അത് ന്യായീകരിച്ച് വളച്ചൊടിച്ച് ഞങ്ങൾ ഇങ്ങനെയാക്കി, നമ്മൾ ഇത്രയും ദുഃഖിക്കുമല്ലേ. അപ്പം മാതാവ് പറയുന്നത് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സങ്കടങ്ങൾ ഉണ്ടാകും. അപ്പം നിങ്ങൾ എന്തിനാ എടുത്ത്, ഇതൊന്നും സഹിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ഇതെടുത്തതെന്ന് നമ്മൾ സ്വയം ആശ്വസിച്ചു ഇത് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ ലാഗായി കൊണ്ട് തന്നെ ഇരിക്കുവാണ്. 6 മാസം 7 മാസം ഒക്കെ കഴിഞ്ഞു. എനിക്ക് പിന്നെ പേടിയായി. എൻ്റെ ഈ ലാംഗ്വേജിലായിട്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ലാംഗ്വേജിൽ. പക്ഷേ അത്ര ആയപ്പം എനിക്ക് തന്നെ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കുറയാനായിട്ട് തുടങ്ങി. എനിക്കിനി നന്നായിട്ട് ഈ ലാംഗ്വേജ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലേ എന്ന് വരെ എനിക്ക് തോന്നിത്തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുവാണ് B2 പഠിക്കാം. കാരണം അപ്പോഴത്തേക്ക് എനിക്ക് ഏറെക്കുറെ ഇത് മനസ്സിലായി, ഇങ്ങനെയാണ് പ്രോസസ്സിങ്. B2 ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പോകാനായിട്ട് പറ്റും. അങ്ങനെ B2 പഠിക്കാമെന്നുള്ള തീരുമാനത്തിൽ B2ൻ്റെ പ്രിപ്പറേഷൻ ഞാൻ സൈഡ് ബൈ സൈഡായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഒരു ചേച്ചി എനിക്ക് ആ ടൈമിൽ നല്ല മുറയ്ക്ക് പഴയ ഏജൻസിക്കാർ ഞങ്ങൾക്ക് ഇത് നടത്തുന്നുണ്ട്, ഇൻ്റർവ്യൂസ് നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള ഹീലിംഗ് ഗൈസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്ക് ജോലി കിട്ടും. ഞാൻ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം പുരട്ടി കാശുരൂപവും കൈ പിടിച്ചിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് എല്ലാത്തിലും കിട്ടും, ഓഫർ ലെറ്ററും വരും. പക്ഷേ ഈ ഏജൻസിക്ക് അത് പിടിക്കത്തില്ല. ഇത് വേണ്ട എന്നിങ്ങനെ മാറ്റിക്കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ആകെ പടമെടുത്തു. അങ്ങനെ ഏറ്റവും ഒടുക്കം ഇവർ നമുക്ക് കൊണ്ടുതന്നൊരു ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര സഹിക്കാവുന്നതിലപ്പുറം. അതിനകത്തുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഹൗസ് ഉണ്ട് ആംബുലൻ്റെ ഫ്ലീഗ എന്നാണ്. ഇപ്പം ജർമ്മൻ പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും. ഹൗസ് മീൻസ് വീട്, ദെൻ ആംബുലൻ്റെ മീൻസ് ആംബുലൻസ്, ഫ്ലീഗ മീൻസ് കെയർ. അപ്പം ആംബുലൻസും അതുപോലെ തന്നെ ഹോം നേഴ്സും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ് ഞാൻ ഉടമ്പടി എടുത്തിട്ടും മാതാവ് എനിക്ക് ഇതാണോ തരുന്നത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാം UK ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് പോയേക്കുന്നത്. ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എന്നെ ജർമ്മൻ പഠിപ്പിക്കാനായിട്ടും ഇതിനും എല്ലാം ഇങ്ങനെ കാശ് മുടക്കിക്കൊണ്ട് അവർ തന്നെ ഇങ്ങനെ ചിലവഴിക്കുക. അപ്പോൾ എന്നെക്കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രയോജനവും ഇല്ലേ? പിന്നെ ഈ ഹൗസ് ഉണ്ട് ആംബുലൻ്റ് ഫ്ലീഗ നേഴ്സ്, ഞാൻ അതാണോ മാതാവേ പഠിച്ചതെന്ന് ഞാൻ കരഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കരയാൻ അത്രത്തോളം ഞാൻ ഇതിലൂടെ കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് കരഞ്ഞ് മാതാവിനോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി എന്താണേലും ചിലപ്പോൾ മാതാവ് ആഗ്രഹിക്കുന്നത് ഇതായിരിക്കും, ഓക്കെ പോട്ടെ, ഞാൻ ഈ ഒരു ഫ്ലോയ്ക്ക് പോവുകയാണെന്ന് തന്നെ മാതാവിനോടും ഈശോപ്പയോടും ഞാൻ പറഞ്ഞു.
അപ്പം ഞാനിങ്ങനെ ഒരു ചേച്ചിയോട് എൻ്റെ സങ്കടം പറഞ്ഞായിരുന്നു, ചേച്ചി ഈ ഹോം നേഴ്സ് അത് ചേച്ചി ഞാനതല്ല പഠിച്ചത്, എനിക്ക് നേഴ്സ് തന്നെ ആകണം എന്നുള്ള ഒരിതുണ്ടായിരുന്നു. അപ്പം ഈ ചേച്ചി എന്നോട് പറഞ്ഞു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞു തരാം, നീ ഒന്ന് അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ എല്ലാ ഏജൻസികളും കള്ളന്മാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ഇങ്ങനെ പറയും, പക്ഷേ പിന്നീട് അതൊന്നും അല്ല നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ എന്ത് പറഞ്ഞാലും മാതാവിനോട് ഞാൻ പറയും കേട്ടോ, മാതാവേ ഇങ്ങനെയാണ് കേട്ടോ, ഒരാൾ പറഞ്ഞു തന്നു, ഞാനിത് വിളിക്കുവാണ്. അങ്ങനെ പുതിയൊരു ഏജൻസിയിൽ വിളിച്ചപ്പോൾ ആദ്യം തന്നെ എടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒരു സ്ക്രീനിങ് വെക്കാം, നിൻ്റെ ലാംഗ്വേജ് സ്കിൽ എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട്. അന്ന് വീട്ടിൽ വഴക്കാണ്. അച്ഛൻ ഡെയിലി വരുമ്പം പറയും അയാളെ വിളിക്കാം, സാറിനെ വിളിച്ചിട്ട് എന്ത് കാര്യവും, അവരെടുക്കത്തു പോലുമില്ല. ഇപ്പം എടുക്കാതിരുന്നിട്ട് നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടല്ലോ, ഇവരെടുക്കാതെ വരുമ്പോൾ. തിങ്കളാഴ്ച വിളിക്കും, ഞാൻ വിളിക്കും, എന്നിട്ട് ടൈം ടേബിൾ മോഡൽ ചൊവ്വാഴ്ച അച്ഛൻ വിളിക്കും, ഇങ്ങനെയായി. അങ്ങനെ ഞാൻ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു. അവർ തുടക്കത്തിൽ പറഞ്ഞു സ്ക്രീനിങ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രീനിങ് വെച്ചപ്പോഴത്തേക്ക് വളരെ അപ്പോഴും ഞാൻ കശുരൂപം ഉപ്പും തൈലവും എല്ലാം ഞാൻ പുരട്ടിയാണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അവർ വളരെ നല്ല ഫീഡ്ബാക്കാണ് തന്നത്. കൂടാതെ ആ ഇൻ്റർവ്യൂ എടുത്ത മാം എന്നോട് ചോദിക്കുകയും ചെയ്തു, നീ എവിടെയാണ് പഠിച്ചത്, നിനക്ക് ഞങ്ങളുടെ അടുത്ത് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല, കാരണം എൻ്റെ മാതാവ് തന്നെ ചോദിപ്പിച്ച ഒരു ചോദ്യമാണ്. കാരണം ഞാൻ പറഞ്ഞു ഒരു വരുമാനവും ഇല്ല, അത് 25,000 രൂപ ആ ഒരു ഓഫർ ലെറ്റർ തന്ന് ഞാൻ പറഞ്ഞു യെസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്കൊരു വരുമാനമായി, എനിക്കൊരു ജോലിയായി. അപ്പം ആ വഴിക്ക് ഞാനിങ്ങനെ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ എംപ്ലോയർ ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് അധികം താമസിക്കാതെ അവിടെ എനിക്ക് കിട്ടി. അപ്പോഴും സൈഡ് ബൈ സൈഡായിട്ട് ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, ഒന്നും ആയില്ല. എന്നും ചോദിക്കുമ്പോൾ പറയുന്ന അടുത്ത വെള്ളിയാഴ്ച വരും. അതുപോലെ ചിലപ്പം പറയും ഉർലോബ് വെക്കേഷൻ ആണെന്ന് പറയും. അപ്പം മുറയ്ക്ക് അവിടെയും പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ സൈഡ് ബൈ സൈഡായിട്ട് പുതിയ ഈ പ്രോസസ്സിങ് കൂടെ നടക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഇതുപോലെ ഞാൻ ചോദിച്ചു ഇതുപോലെ എന്തായി പ്രോസസ്സിങ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ അവരെനിക്ക് അറേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ അതിലും ഞാൻ പാസ്സായി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം എന്നോളം ട്രാൻസ്ലേഷൻ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറുണ്ട്. അതിന് ഞാൻ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അയച്ച് ജർമ്മനിയിലോട്ട് പുതിയ ഏജൻസിക്കാർ പറഞ്ഞത് വെച്ചിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ ആ ഫ്ലോയ്ക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല എൻ്റെ ലൈഫ് എങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ആദ്യം കൊടുത്ത അപ്പോഴത്തേക്ക് 1 കൊല്ലത്തോളമായി എൻ്റെ ആദ്യത്തെ ഏജൻസിയിൽ പ്രോസസ്സിങ് നടക്കാൻ തുടങ്ങിയിട്ട്. അവിടുന്ന് ഇത്രയും കാത്തുകാത്തിരുന്ന ബഷീഡ് വന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കവിടെ ഒറിജിനൽ സബ്മിറ്റ് ബാക്കി പ്രോസസ്സിങ്ങിന് വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടാമത്തെ ഏജൻസിയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ജർമ്മനിയിലാണ്. ഓക്കെ, അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞു ഞാൻ ക്വിറ്റ് ചെയ്യുവാണ്. എന്നാലും എനിക്കൊരു സംശയമുണ്ട്, അവിടെ ഞാൻ അത്രയും കാത്തിരുന്നിട്ടും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അവിടെ ആയതുകൊണ്ടാണ് എനിക്കത് കൊടുക്കാൻ പറ്റാതിരുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ B2 എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. B2 എക്സാമും ഞാൻ പാസ്ഡായി. അത് ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ B2ൻ്റെ റിസൾട്ട് വരുന്നത് വെറും 15 ദിവസം കൊണ്ടാണ്. 15 ദിവസം കൊണ്ട്, സാധാരണ ഒരു 30 ദിവസമൊക്കെ എടുക്കുന്നത്, 15 ദിവസം കൊണ്ട് എൻ്റെ റിസൾട്ട് വന്നത്. അത് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാനായിട്ട് ഒരു ദിവസം വരുമ്പോഴാണ് വെളുപ്പിനെ ഞാൻ എൻ്റെ റിസൾട്ട് കാണുന്നത്. അതും എല്ലാം എനിക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തന്നെയാണ്. അതൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം റിസൾട്ട് വന്നു. പിന്നെ അവിടെ നിന്നുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക്, അത് ഞാൻ പറഞ്ഞത് മാജിക്കാണ്. കാരണം എൻ്റെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ബഷീഡ് പേപ്പർ വന്നു. പിന്നെ പ്രീ അപ്രൂവൽ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അതിന് 1 മാസത്തോളമാണ് സമയമെടുക്കുന്നത്. പക്ഷേ നമ്മൾ പറയുമല്ലോ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എനിക്കറിയാം അത് ഈശോപ്പൻ്റെ എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് 1 മാസം കൊണ്ട് വരേണ്ട പ്രീ അപ്രൂവൽ തന്നെ എനിക്ക് ഒരാഴ്ച കൊണ്ടാണ് കിട്ടിയത്. അതിനുശേഷം എൻ്റെ VFS അപ്പോയിൻമെൻറ്റ് ഈ ഡിസംബർ 11-ാം തീയതി ആയിരുന്നു. അതും എനിക്ക് ഏജൻസിക്കാർ VFSന് പോകുമ്പോൾ പറഞ്ഞിരുന്നത് എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് ട്രാവൽ 26 എന്ന് എഴുതണമെന്നായിരുന്നു. ഞാൻ അതുപോലെ തന്നെ എഴുതിയത്. VFSൽ ചെന്നപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു, സാറ് ഇത് 26 എഴുതി കഴിഞ്ഞാൽ പറ്റത്തില്ല, കാരണം 26-ന് നിൻ്റെ വിസ പോലെ നിൻ്റെ കയ്യിൽ കിട്ടത്തില്ല, ഡേറ്റ് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡേറ്റ് മാറ്റി ഒരു ജനുവരി 15-ലേക്കൊക്കെ ആക്കി. എന്നാലും എനിക്കറിയാം എനിക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്ത് തന്നെ എൻ്റെ മാതാവ് അതും എനിക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ തരുമെന്ന് അറിയായിരുന്നു. അങ്ങനെ 11-ാം തീയതി ഞാൻ VFSൽ വെച്ചത് എനിക്ക് എൻ്റെ പാസ്പോർട്ട് വിസയോടുകൂടി കൈ കിട്ടിയത് 17-ാം തീയതി ആയിരുന്നു. ഒരാഴ്ച തന്നെ എടുത്തുള്ളൂ. അപ്പം എനിക്കത് കിട്ടിയപ്പോഴും എനിക്ക് ഉള്ളിൽ പേടിയൊന്നുമില്ല. അതായത് എനിക്കിതിനകത്ത് എൻ്റെ വിസ അപ്രൂവ്ഡ് ആണെന്ന് എനിക്ക് അറിയാം. കാരണം എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട്, ഈശോപ്പനുണ്ട്. അപ്പം എനിക്ക് എന്താണെങ്കിലും അത് അപ്രൂവ്ഡ് ആണെന്ന് അറിയാം. എന്നാലും എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി നമുക്കിത് അടുത്തൊരു പള്ളിയുണ്ട്, നമ്മളിതുവരെ പോയിട്ടില്ലാത്ത പള്ളിയാണ്, അപ്പം അവിടെ ഒന്ന് പോകാം, അവിടെ നമുക്ക് പോയിട്ട് നമുക്ക് അവിടെ വെച്ച് ഇത് തുറന്നു വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ
അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് 2 സൈഡിലും മംഗളവാർത്ത എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പള്ളിയിലോട്ട് കയറുമ്പോഴത്തേക്ക്. അപ്പോഴും എനിക്കറിയാം എൻ്റെ ഈ പാസ്പോർട്ടിനകത്തുള്ളത് ഒരു മംഗളവാർത്തയായിരിക്കും. അപ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്തു, പാസ്പോർട്ട് അപ്രൂവ്ഡ് ആണ്. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് ഇതാണ്, അതായത് ഒത്തിരി പള്ളികൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു എന്തിനാ ജർമ്മൻ എടുത്തത് എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുവാണ്, വൺസ് നമ്മൾ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്ന് മുട്ടുകുത്തി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ മാതാവ് നോക്കിക്കോളും. അന്ന് എൻ്റെ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ 3 ലക്ഷം കൊടുത്ത് ആംബുലൻറ്റ് ഫ്ലീഗയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കയറി പോയേനെയായിരുന്നു. പക്ഷെ അമ്മ മാതാവിനറിയാം എന്താണ് നല്ല കാര്യം, അത് നമ്മളിലേക്ക് എപ്പോഴാണ് നന്നായിട്ട് എത്തിച്ചു തരേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ മാതാവിന് നന്നായിട്ട് അറിയാം. അപ്പം ഇപ്പം ഞാൻ പോകുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് 1 രൂപ പോലും അമ്മ മാതാവിൻ്റെ ഈശോപ്പയുടെ അനുഗ്രഹത്തിൽ എനിക്ക് മുടക്കേണ്ട ഒരു നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ഞാനിവിടെ അമ്മ മാതാവിനെ ഈശോപ്പനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ വിസ. ഇതെൻ്റെ വിസയാണ്, അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ടിക്കറ്റ് വരാനായിട്ടുള്ളതാണ്. അത് ഈ മോസ്റ്റ് പ്രോബബ്ലി ഒരു 2 വീക്സിൽ തന്നെ വരുമെന്നാണ് ഈ പുതിയൊരു ഏജൻസി പറഞ്ഞിരിക്കുന്നത്. ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ്, അവൾക്കൊരു സാക്ഷിയുണ്ട്, അത് അവൾ തന്നെ പറയും. എൻ്റെ പേര് അഞ്ജുമോള്. ഞാൻ 4th ഇയർ ബേസിക് നഴ്സിംഗ് പഠിക്കുകയാണ്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ചേച്ചി എടുത്തതിന് ശേഷമാണ്. അത് മെയ് 10, 2025 ഞാൻ എടുക്കുന്നത്. അതെന്താ വെച്ചാൽ ഞാൻ 6th സെമസ്റ്റർ എഴുതി നിൽക്കുമായിരുന്നു. ആ സമയം ഞാൻ 2 സബ്ജക്റ്റിന് ഫെയിലായി. അത് ഞങ്ങൾ ആദ്യത്തെ സെമസ്റ്റർ ബാച്ച് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഒരു 1 ഇയർ പോകും. 1 ഇയർ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രാജുവേഷൻ കൂടാൻ പറ്റില്ല. എൻ്റെ ഒരു 1 ഇയർ ഫുള്ളായിട്ട് പോവുക. പിന്നെ എനിക്ക് ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നപ്പം കൊറോണ കഴിഞ്ഞ ബാച്ചും കൂടെ ആയതുകൊണ്ട് കുറേ ലാഗായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ 1 ഇയറും കൂടെ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ആ ഒരു ഇത് പോകും. അങ്ങനെ അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല അമ്മ മാതാവ് ഒരു വഴി കാണിച്ചു തരും, പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഇതുവരെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം വെച്ചിട്ടില്ല. അതങ്ങനെ വെച്ചു. ഞങ്ങൾ എന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ എക്സാമായി. അപ്പം എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പം ഞാനിങ്ങനെ ധ്യാനമൊക്കെ കേൾക്കും. അപ്പോൾ അച്ഛൻ്റെ ഇങ്ങനെ ധ്യാനമൊക്കെ കേട്ടിട്ട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കാറ് ഇങ്ങനെയാണ്. എനിക്കറിയില്ല അങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത് പോലും അറിയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാറ് ഇങ്ങനെയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ തിരുമുകാരനോട് പറഞ്ഞ് വെള്ളം വീഞ്ഞാക്കി കൊടുത്ത പോലെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ച നിയോഗങ്ങൾ അമ്മയുടെ തിരുമാരം വരി എനിക്ക് സഹായിച്ചു തരണമെന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. കാരണം എൻ്റെ 1 കൊല്ലം പോവാ എനിക്കത് ഒട്ടും ഞാൻ ഭയങ്കര ഒന്നും ചിരിക്കുകയോ ഒന്നുമില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നീ എന്താ ചിരിക്കാത്തേ, കാരണം ഞാൻ ഒട്ടും ഭയങ്കര ഡിപ്രഷനിലോട്ട് പോവായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോണു, ഞാൻ മാത്രം അങ്ങനെ നിൽക്കണു. അങ്ങനെ എൻ്റെ എക്സാം വന്നു. രണ്ടെണ്ണമായിരുന്നു. എനിക്ക് ചൈൽഡും മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് ആയിരുന്നു. ചൈൽഡ് കുഴപ്പമുണ്ടായിരുന്നില്ല, അമ്മയുടെ റിങ് കൊണ്ട് അത് കഴിഞ്ഞു. പക്ഷേ മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്കത് ഏറ്റവും ടഫായിരുന്നു. ആദ്യത്തെ ഇതിലും എനിക്ക് ടഫായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ എക്സാം വന്ന് ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ കൊന്തയും കാശുരൂപമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇനിയിപ്പം എക്സാം ഹാളിൽ അത് കയറ്റാൻ പറ്റില്ലേ. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനിയിപ്പോൾ അത് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഞാൻ തോറ്റു പോകുന്നതായിരിക്കും ഞാൻ വിചാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറാൻ നേരത്ത് എനിക്ക് കൊന്തയും കാശുരൂപമൊക്കെ കയറ്റാൻ പറ്റി. ഞാൻ അങ്ങനെ ഹാളിലിരുന്നു. അതിന് മുമ്പ് ഞാൻ അമ്മയോട് ഒരു ദിവസം പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ചിലർ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെ പറയും, അമ്മ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഈ കളറിലെ ഡ്രസ്സ് ഇട്ട് വരുവാണെങ്കിൽ അമ്മ അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പം ഞാനും അങ്ങനെ അമ്മയോട് ഒരു ദിവസം പറഞ്ഞ് അമ്മയുടെ കളറായ പച്ച, നീല, പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മയെ വെള്ള, അങ്ങനെ ഏതെങ്കിലും ഒരു കളറിലെ ഡ്രസ്സ് ഇട്ട് ഇൻവിജിലേറ്റർ ഡ്രസ്സ് വരുവാണെങ്കിൽ ഞാൻ അമ്മ അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു ഇരുന്നു. അങ്ങനെ കളറിൽ ആരും വന്നില്ല. അപ്പം ഞാൻ ഓർത്ത് അമ്മ ആരും ഇല്ലേ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ബുക്ക്ലെറ്റ് എനിക്ക് കിട്ടി. ബുക്ക്ലെറ്റ് കിട്ടിയപ്പോൾ അതിൽ ഞാൻ കണ്ടത് അതിൽ സ്റ്റിച്ച് ചെയ്ത നൂലുണ്ട്. ആ നൂലിൻ്റെ കളർ പച്ചയാണ്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കാരണം എനിക്ക് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമാണ് മാനേജ്മെൻറ്റ്. എന്നെക്കൊണ്ട് എനിക്ക് പറ്റുമോ എനിക്കറിയില്ലായിരുന്നു. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കത് പറ്റില്ല. അപ്പം ഞാനങ്ങനെ പറഞ്ഞു അമ്മേ എന്തെങ്കിലും ഒരു കളർ കാണിക്കാം. ഞാൻ നോക്കിയപ്പോൾ ആ നൂലിന് പച്ച നിറം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ജയിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ കരഞ്ഞു. കാരണം എനിക്ക് ഇതിലും നല്ലത് ആദ്യത്തെ എക്സാം ആയിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. 3 മണിക്കൂർ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പിന്നെ അമ്മേനെ പ്രാർത്ഥിച്ച് എക്സാം എഴുതാൻ തുടങ്ങി. എക്സാം എഴുതി അങ്ങനെ ഇറങ്ങിയപ്പം എല്ലാവരും പറഞ്ഞില്ലേടെ പോകും. കുറച്ച് പേരുണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേയേറെ പേരുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു ഇല്ലേടെ ഇത് പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചു പറഞ്ഞു ഇല്ലേടെ നീ അമ്മേനെ വിശ്വസിക്കുന്നതല്ലേ, നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷ ഞാൻ ഓർത്ത് പോവായിരിക്കും. പക്ഷേ എനിക്ക് ആ 2 വിഷയവും കിട്ടി. എൻ്റെ കൂട്ടത്തിൽ ആകെ കുറച്ച് 3-4 പേർക്ക് മാത്രമേ ഉള്ളൂ അന്ന് കിട്ടിയുള്ളൂ. അതിൽ ഞാനും ഒരാളായി. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു.
അപ്പം ഞാനന്ന് എല്ലാവരോടും എന്നെക്കൊണ്ട് പറ്റുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കഴിവുകൊണ്ടല്ല, അമ്മയുടെ കൃപയാ മാത്രമാണ്. അമ്മ ഈശോപ്പോട് പറഞ്ഞാണ് എനിക്കിത് കിട്ടിയത്, അല്ലെ എൻ്റെ ഒരു ഇതുകൊണ്ടേ അല്ല അത് കിട്ടിയത്. അങ്ങനെ എന്നിട്ട് അതിനുശേഷം ഞാൻ ആ എക്സാം കഴിഞ്ഞു. അതിന് എനിക്ക് മാനേജ്മെൻ്റ് ആയിരുന്നല്ലോ ഏറ്റവും പാട്. അത് എനിക്ക് കിട്ടിയ മാർക്ക് 47. എനിക്ക് കിട്ടേണ്ട മാർക്ക്, ശരിക്കും ജയിക്കേണ്ട മാർക്ക് 37.5, എനിക്ക് കിട്ടിയത് 47. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ പെട്ടെന്നൊരു ഇത് തോന്നിയെന്ന് വെച്ചാൽ, ഞാനൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഒരു കുട്ടി ഇവിടെ വന്ന് നേഴ്സിങ്ങിൻ്റെ കാര്യം പറയുന്നത്, തോറ്റു പോകുമെന്ന് വിചാരിച്ച വിഷയം അമ്മ 47 മാർക്ക് കൊടുത്ത് ആ കുട്ടിക്കും ജയിച്ചെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ ആ കുട്ടിക്ക് 47, എനിക്കും 47. എനിക്കത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അതുപോലെ തന്നെ ചേച്ചി ആദ്യം ഉടമ്പടി എടുത്തപ്പം എനിക്ക് കമ്മ്യൂണിറ്റിയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് എനിക്ക് നന്നായിട്ട് ടെൻഷനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ തോറ്റു പോകാമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ചിലപ്പോൾ ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. അതിന് എനിക്ക് കിട്ടിയ മാർക്ക് 47. പിന്നെ അത് കഴിഞ്ഞു 7th സെം കിട്ടിയാലേ ഉണ്ടായിരുന്നു എനിക്ക് ഇത് 6th സെം കിട്ടിയാലേ എനിക്ക് 7th സെം എഴുതാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ 7th സെം എനിക്ക് എഴുതാനുള്ള അനുഗ്രഹം അമ്മ തന്നു. അതെനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അമ്മയ്ക്കും തിരുമാറിനോടും. അങ്ങനെ ആ എക്സാമും കഴിഞ്ഞു. എനിക്ക് ആദ്യമായിട്ടാണ് ഇനി എനിക്ക് ഒരു സെമ്മും കൂടെ ആണുള്ളത്, 8ാമത്തെ സെം. അതിൽ ഞങ്ങളുടെ സിലബസ് വെച്ച് ഞങ്ങൾക്ക് തിയറി ഇല്ല, പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, ഇതിന് ഫെയിലായ 8ാമത്തെ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ നേഴ്സിംഗ് കരിയറിൽ ഈ സ്റ്റുഡൻ്റ് ഈ കരിയറിൽ ഞാൻ ആദ്യമായിട്ടാണ് എക്സാം എഴുതിയപ്പം ഒരു ലാസ്റ്റത്തെ എൻ്റെ 3ാമത്തെ എക്സാം എഴുതുന്ന സമയത്ത് OBG ആയിരുന്നു. അപ്പം ഞാൻ കമ്മ്യൂണിറ്റി അപ്പം ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ് ഇന്നും ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ ഒരു ടെൻഷൻ അടിക്കാതെ എനിക്ക് എഴുതാൻ പറ്റി. ലാസ്റ്റ് എക്സാം ആയപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ പേപ്പർ വെച്ചത്. സാധാരണ എല്ലാ എക്സാമും കഴിയുമ്പോഴും ഞാനിങ്ങനെ ടെൻഷനായിട്ട് എനിക്ക് പേപ്പർ പെട്ടെന്ന് കൊടുക്കുകയാണ് ചെയ്യാറ്. ഒന്നും എനിക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ശരിയാണോ എന്ന് പോലും എനിക്ക് നോക്കാനുള്ള ടൈം കിട്ടാറില്ല. ഇത് ലാസ്റ്റ് ഞാൻ എല്ലാം പ്രാർത്ഥിച്ച് ടൈം എടുത്ത് എനിക്ക് ആൻസറും എല്ലാം നന്നായിട്ട് നോക്കി കൊടുക്കാൻ പറ്റിയപ്പോൾ തന്നെ ഞാനിങ്ങനെ വിശ്വസിച്ചു, ഇത് ഞാൻ ജയിക്കുമായിരിക്കും. കാരണം എനിക്ക് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടി. അതുകൊണ്ട് ലാസ്റ്റ് തിയറി എക്സാമിന് എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റിയപ്പോൾ തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മ എന്നെ ജയിപ്പിക്കും. അന്നെൻ്റെ റിസൾട്ട് വന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാണ് എൻ്റെ റിസൾട്ട് വന്നത്. എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. അത് എനിക്ക് വന്നത് ചൊവ്വാഴ്ചയാണ്. എനിക്ക് മിക്ക അനുഗ്രഹങ്ങളും കിട്ടിയിരിക്കുന്നത് അമ്മയുടെ കിട്ടിയത് ചൊവ്വാഴ്ചകളിലാണ്. ആദ്യത്തെ എൻ്റെ ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചത് റിസൾട്ട് കിട്ടിയതും ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര അനുഗ്രഹമാണ്. പിന്നെ ഞാൻ ചേച്ചിയുടേതും വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. ചേച്ചി BTS പാസ്സാവണോ, എത്രയും വേഗം ജർമ്മനിയിൽ എത്താൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതും അമ്മ തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചേച്ചിക്ക് ട്യൂട്ടറായിട്ട് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല അങ്ങനെ കിട്ടുമെന്ന്. അത് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറേ മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾക്ക് കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു, അതെല്ലാം മാറി. ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി. ഇപ്പം ഞങ്ങൾ ഓരോന്ന് പെട്ടെന്നായിരുന്നു വാങ്ങിയത്. ചേച്ചിയുടെ ഫോണ്, ഡൈനിങ് ടേബിൾ, ഫ്രിഡ്ജ്, ഇൻവേർട്ടർ, അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റി. കാരണം ഞങ്ങൾക്കതൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഒന്നും ഇല്ലാത്തിടത്തു നിന്ന് അങ്ങനെ ഒരു പെട്ടെന്നൊരു ചേച്ചിക്ക് അത്രയും കഷ്ടതയിൽ നിന്ന് കടന്നിടത്തുനിന്ന് ഒരു ജോലി കിട്ടി, അത്രയൊക്കെ വാങ്ങുക എന്ന് പറയുമ്പം അത് അമ്മയുടെ തിരുമാറിന് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് തിരുമാറിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും ഞങ്ങൾ ഉടമ്പടി തുടരുവാൻ തന്നെയാണ്. ഞാൻ ശരിക്കും ആദ്യത്തെ ഉടമ്പടി എടുത്തിട്ട് നിർത്താൻ അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് ഓരോ ഉടമ്പടി പുതുക്കുന്നതിന് തൊട്ടും അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹങ്ങൾ ആണ് തരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും അമ്മേനെ അത് ഉടമ്പടിയിൽ നിന്ന് മാറാൻ പറ്റില്ല. ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ നിൽക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്ക് തിരുമാറിനും ഒരുപാട് നന്ദി. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇവിടെ ശില്പയും അഞ്ജുവും 2 സഹോദരിമാർ തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഇവർക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഇവരുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇവർ ഇവിടെ നമ്മോട് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. ശില്പ വളരെ അയോഗ്യതകളുടെ കണക്കുകളാണ് എപ്പോഴും ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ യൂത്ത് അട്രാക്ഷനിലേക്ക് കടന്നുപോയി എല്ലാം പോസിറ്റീവ് എന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത്
ഈശോയ്ക്ക് എല്ലാ അയോഗ്യതകളെയും സമർപ്പിച്ചിട്ടാണ് വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഈ മക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാം 1 മാർക്കിന് നഷ്ടപ്പെട്ടിരുന്ന ശില്പ വളരെയധികം എല്ലാ അയോഗ്യതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് ലഭിച്ചത് വലിയ ലാഗ് ചെയ്തുകൊണ്ടിരുന്ന ഉടമ്പടി പ്രാർത്ഥന, അവരുടെ അനുഗ്രഹങ്ങൾ ഒറ്റയടിക്ക് ഒരു ട്യൂട്ടറാകുവാനും ജർമ്മൻ ടീച്ചറാകുവാനും അതുപോലെ തന്നെ അവർക്ക് വിസയും ടിക്കറ്റുമെല്ലാം ഫ്രീ ആയി ജർമ്മനിയിലേക്ക് പോകാനുമുള്ളൊരു വലിയ അനുഗ്രഹം. ഇവരുടെ കുടുംബം തന്നെ വളരെ സന്തോഷത്തിലാണ്. ഇവർക്ക് ഒരു ചെറിയ ജോലി കിട്ടിയത് മൂലം വീട്ടിലും കുടുംബത്തിലും ഉണ്ടായ പരസ്പര സ്നേഹവും ബഹുമാനവും, കുടുംബത്തിൽ ഒരുപാട് വസ്തുക്കൾ ഇവർക്ക് പുതിയതായി വാങ്ങാൻ സാധിച്ചതിൻ്റെ സന്തോഷവും, അതുപോലെ തന്നെ അഞ്ജുവിനും വലിയ സന്തോഷത്തോടു കൂടി വളരെ ദാവീദ് നൃത്തം വയ്ക്കുന്നത് പോലെയാണ് വളരെ ഇവർ കുടുംബം മുഴുവൻ ഇവിടെ വന്ന് വളരെ സന്തോഷത്തോടുകൂടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത്. നമുക്കറിയാം, ബിഗ് സീറോ എന്ന് നാം പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ഒരു പ്രസ്താവന നാം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ വലിയ സ്തോത്രഗീതം പാടാനായിട്ട് സാധിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് നമുക്ക് വളരെയധികം നന്ദിയോടെ ഓർത്ത് പാടുവാനായി സാധിക്കും. സമറിയാക്കാരി സ്ത്രീ ഒഴിഞ്ഞ കുടം വെച്ച് ഈശോയോട് പറഞ്ഞതുപോലെ, ആ ജീവജലം എനിക്ക് നൽകുക, ഞാൻ ഇനി ഇവിടെ ഒരിക്കലും വെള്ളം കോരാൻ വരണ്ടല്ലോ. ജീവജലം നമുക്ക് എപ്പോഴും കൊതി തീരാതെ കുടിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി. നമുക്കത് ദാഹം തീർക്കാതെ നമുക്ക് കുടിച്ചുകൊണ്ടേയിരിക്കാം. ഈശോയെ നമ്മെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കാം. ഇവരിപ്പോൾ ചെയ്യുന്നത് അതുതന്നെയാണ്. ഇവരുടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അതുതന്നെയാണ്. ഇവർ ഈശോയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈശോ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ, എന്നിൽ നിന്ന് കുടിക്കുക എന്ന് പറഞ്ഞവൻ തന്നെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ രണ്ടർത്ഥവും ഇവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിസ പ്രോസസ്സിങ്ങിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കൾക്കും, ജോലിയില്ലാത്ത എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി നന്ദിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.